Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്താ നിരഞ്ജൻ, സുഖല്ലേ? സർ, എല്ലാവരും എത്തിയോ? വെയിറ്റിംഗ് ആണ് സർ. നമസ്കാരം. എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. ഇരിക്കൂ. എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഞാൻ കടന്ന ശേഷം നമ്മൾ തമ്മിൽ മുഖാമുഖം കാണുന്നത് 4ാമത്തെ തവണയാണ്. ഓക്കെ, ലെറ്റ് us start. പത്രസമ്മേളനത്തിന്റെ എണ്ണം ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് ജനങ്ങളോട് നൽകിയ വാഗ്ദാനത്തിന്റെ കാര്യവും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എന്താ ശേഖരപിള്ളേ, ജനങ്ങൾ മുഴുവനും അംഗീകരിച്ചിട്ടും പൊതുജന ജിഹ്വയായ ശേഖരപിള്ളയുടെ പത്രത്തിന് മാത്രം ഞങ്ങളെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്? നിങ്ങൾ എന്നും കീറാമുട്ടി ചോദ്യങ്ങളുമായി മാത്രമേ വരുള്ളൂ എന്ന് വല്ല പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? മന്ത്രിയിൽ നിന്നും ചോദ്യത്തിനുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. പറയാം. കുത്തുവിട്ടുപോയ ഒരു പുസ്തകം പോലെയാണ് സംസ്ഥാനത്തെ ഭരണം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അതൊന്ന് ചിട്ടയായി അടുക്കി വെച്ച് തുന്നിച്ചേർക്കാനുള്ള സമയമേ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും തെറ്റ് തിരുത്തലുകളും മാറ്റെഴുതലുകളും ആരംഭിച്ചു കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, ഒന്ന് ചോദിച്ചോട്ടെ സാർ. സംസ്ഥാനത്തെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റിയായ കൊച്ചിയിൽ വികസനത്തോടൊപ്പം അധോലോക രാജാക്കന്മാരുടെ ഗുണ്ടാരാജ്യം വളർന്നു കഴിഞ്ഞു എന്നുള്ള സത്യം നിഷേധിക്കാനാവാത്ത ഒന്നാണ്. ഗുണ്ട ആക്ട് എടുത്തു കളഞ്ഞവർക്കൊക്കെ ഓശാന പാടാനാണോ സർക്കാരിന്റെ തീരുമാനം? എന്താ പേര്? നാദിര ഹസൻ, ജനതാ TV. കുട്ടി, ഞങ്ങൾ സമാന്തര സർക്കാരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇവരെ ഒതുക്കാൻ ഗുണ്ട ആക്ടിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ചങ്കൂറ്റം ഈ സർക്കാരിനുണ്ട്. സമാന്തര സർക്കാർ എന്നുള്ള അങ്ങയുടെ പരാമർശം ബഡാ ദോസ്തിനെ കുറിച്ചാണ്. ബഡാ ദോസ്തായാലും ചോട്ടാ ദോസ്തായാലും ഇനി അവരുടെ ഭരണം ഇവിടെ അനുവദിക്കില്ല. ബഡാ ദോസ്തിനെ അധോലോക രാജാവെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റൂ സർ? സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ചെയ്യുന്നതിനൊക്കെ നല്ല കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്. അത് ശരിയാണ് സർ. അമ്മ അനാഥ മന്ദിരവും വൃദ്ധസദനങ്ങളും
സമൂഹം ഉപേക്ഷിച്ച മാനസിക രോഗികൾക്ക് വേണ്ടി മനസ്സെന്ന മാനസികാരോഗ്യ കേന്ദ്രവും ബഡാ ദോസ്തിന്റെ ധർമ്മസ്ഥാപനങ്ങളാണ്. ഒരു ഗ്രാൻഡും സംഭാവനയും ഒന്നും പിരിക്കാത്ത ജനസേവന കേന്ദ്രങ്ങൾ. ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ മറവിൽ കോടികളുടെ കള്ളക്കടത്തും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. എങ്കിലതൊക്കെ എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല സാർ? സ്വന്തം നിയമവും നീതിയും വിധിയും നടപ്പാക്കുന്ന ബഡാ ദോസ്തുമാരെ സർക്കാർ ഭയക്കുന്നുണ്ടോ? ചോദ്യത്തിന്റെ ദ്വയാർത്ഥം എനിക്ക് മനസ്സിലായി. അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. ഒന്ന് ഞാൻ വ്യക്തമാക്കാം. ഒരു ശുദ്ധികലശത്തിലുള്ള യാഗാഗ്നി ഒരുങ്ങിക്കഴിഞ്ഞു. ഏറെ താമസിയാതെ ഇത്തരം കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ തീയിലെറിയപ്പെടും. വരും നാളുകളിൽ നിങ്ങൾക്കത് നേരിട്ട് കാണാം. കണ്ണും കാതും തുറന്നിരുന്നോളൂ. ആരംഭിക്കുകയാണ് ഒരു ധർമ്മയുദ്ധം. സർ, അത് ബഡാ ദോസ്തിന്റെ വണ്ടിയാ. കുഴപ്പമാവും. യു ഷട്ട് അപ്പ്. ഇത് കമ്മീഷണർ ഓർഡറാ. ഇങ്ങോട്ട് ഇറങ്ങടാ. എന്താ വണ്ടിക്കകത്ത്? സർ, ബഡാ ദോസ്തിന്റെ അമ്മ സ്നേഹാലയത്തിലേക്കുള്ള ഭക്ഷണവും മരുന്നുകളൊക്കെയാ. റാസ്കൽ, കള്ളം പറയുന്നോടാ. കമോൺ സെർച്ച്. സർ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സാർ ഇതിനകത്തൊന്നുമില്ലെന്ന്. ഇനി നിങ്ങൾ സമാനം പറയേണ്ടി വരും. പന്ന റാസ്കൽ, എന്നെ പഠിപ്പിക്കുന്നു. തന്നെ ആരോടോ ബെഡ് സല്യൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചത്? സർ, നേരെ അടിക്കടോ. സർ, മുന്നിൽ നിന്ന് സല്യൂട്ട്, ഒന്ന് തിരിഞ്ഞാൽ ബുള്ളറ്റ്. സക്കീർ അലിക്കറിയാം മിസ്റ്റർ നിരഞ്ജൻ ദാസ്, ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ബഹുഭൂരിപക്ഷവും ബഡാ ദോസ്തിന്റെ കാവൽ നായ്ക്കളാണെന്ന്. ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. മേലുദ്യോഗസ്ഥന്മാരെയും ദേശീയ പതാകയും മാത്രം സല്യൂട്ട് ചെയ്യേണ്ട ഈ കൈകൊണ്ട് എന്നെങ്കിലും ബഡാ ദോസ്തിനെ സല്യൂട്ട് ചെയ്യേണ്ട ഗതികേട് വന്നാൽ അന്ന് സക്കീർ അലിയുടെ ദേഹത്ത് ഈ യൂണിഫോം ഉണ്ടാവില്ല. ഇല്ലായെങ്കിൽ ഈ ശ്വാസം നിന്നിട്ടുണ്ടാവും. നിന്ന് പോകും സർ. തൊട്ടാൽ ഷോക്കടിക്കുന്ന ബഡാ ദോസ്തുമാരുടെ സാമ്രാജ്യത്തിലേക്ക് അനുവാദമില്ലാതെ കടന്നു നിന്നാൽ ഏത് കൊലകൊമ്പന്റെ ശ്വാസം നിന്ന് പോകും. അനാഥ മന്ദിരത്തിലേക്ക് കൊണ്ടുപോയ മരുന്നുകളും ഭക്ഷണമൊക്കെയാ സാർ വെറും ഒരു സംശയത്തിന്റെ പേരിൽ നടുറോട്ടിലിട്ട് ചവിട്ടി അരപ്പിച്ചത്. എന്നിട്ട് എന്തുണ്ടായി സർ? സെർച്ച് തീരുമുമ്പേ ഐജിയോട് കാരണം ബോധിപ്പിക്കേണ്ടി വന്നില്ലേ? കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴേ റെഡ് കാർഡ് കണ്ട് പുറത്തു പോകാന്ന് പറഞ്ഞാ നാണക്കേടല്ലേ സർ? സബോർഡിനേറ്റിന്റെ ഉപദേശത്തിന് നന്ദി. ഇത് തന്നെയായിരുന്നു ഇൻസ്പെക്ടർ ജനറലിനും പറയാനുണ്ടായിരുന്നത്. മന്ത്രിമാരും മന്ത്രിസഭകളും മാറി മാറി വരും. അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരായി ഈ യൂണിഫോമിൽ തന്നെ തുടരണമെങ്കിൽ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത് അവരെയൊക്കെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ബഡാ ദോസ്തുമാരെയാണെന്ന്. അനുഭവമാണ് ഗുരു. ഗുരുവിനെ അനുസരിക്കുന്നവൻ ബുദ്ധിമാൻ. ഓഹോ, അപ്പൊ ഇത് സംഘം ചേർന്നുള്ള ബ്രെയിൻ വാഷിംഗ് പ്രോഗ്രാം ആണല്ലേ? ചൊല്ലിക്കൊടു തല്ലിക്കൊടു തല്ലിക്കള അല്ലേ മിസ്റ്റർ ദാസ്? ചൊല്ലിക്കൊടുക്കൽ കഴിഞ്ഞു. ഇനി എന്താ നിങ്ങളുടെ നെക്സ്റ്റ് മൂവ്? തല്ലലാണോ അതോ തള്ളിക്കളയലാണോ? സർവീസ് റിവോൾവർ കൊണ്ടൊരു മേലുദ്യോഗസ്ഥനെ കൊല്ലാൻ നിങ്ങൾ ശ്രമിക്കില്ല. അതിനുള്ള ആയുധം തന്നയിച്ചുണ്ടാവുമല്ലോ നിങ്ങളുടെ ബഡാ ദോസ്ത്. എവിടെ? ടേക്ക് ഇറ്റ്. സർ, സാറിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. സാറിനോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുവാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ സ്നേഹം. സർവീസ് റിവോൾവറിനേക്കാൾ ക്വാളിറ്റിയും ഷാർപ്നെസ്സുമുള്ള ബഡാ ദോസ്തിന്റെ ഈ തോക്കിനെന്നല്ല ഒരായുധത്തിനും സക്കീർ അലി ഒരു പുല്ലും ചെയ്യാനാവില്ല. ഇതുപോലുള്ളവന്മാരുടെ അടിവേര് വരെ തോണ്ടുമെന്ന് പ്രതിജ്ഞ എടുത്തിറങ്ങിയവനാണ് ഞാൻ. പറഞ്ഞേക്ക് നിന്റെ ബഡാ ദോസ്തിനോട് അവന്റെ അന്ത്യം എന്റെ കൈകൊണ്ടാണെന്ന്. അയ്യോ, ഇന്നെന്തായാലും പറ്റില്ല. ഇന്ന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. നാളെ കാണാം. ബൈ. ഹായ് നാദു. ആഹാ, ഞാൻ വിചാരിച്ചു പതിവ് പോലെ ഇന്നും സക്കീറിനെ പറ്റിക്കൊന്നു. എത്ര നേരം ഇവിടെ വന്ന് കുത്തിപ്പിടിച്ചിരിക്കുന്നു എന്നറിയോ? പറ്റിച്ചോ? ഞാനോ? ഏയ്, സക്കീർ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. പഴയ ചാക്കായിരിക്കും. ദേ, എന്റെ അടുത്ത് പോലീസ് നമ്പർ ഒന്നും വേണ്ട. വിത്ത് സോളിഡ് പ്രൂഫ് ഞാൻ തെളിയിക്കും. പ്രൂഫോ? യാ. ഫോണിൽ വിളിച്ച് പലവട്ടം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ സമയവും തീയതിയും വോയിസും ഉൾപ്പെടെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ കേൾക്കണോ? ഇത് കഴിഞ്ഞ അച്ഛത്തെ കോള്. നെക്സ്റ്റ്. ഇത് മിനിഞ്ഞാന്നത്തെ കോള്. ഓക്കെ അല്ലേ? ഇനിയുണ്ട് കേൾക്കണോ? അയ്യോ വേണ്ടേ, കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തോ?
ഏയ് 2 സൂപ്പ് മാത്രം. അത് ഞാൻ തന്നെ കഴിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഐ വിൽ പ്ലേസ് ദ ഓർഡർ ലെറ്റർ. താങ്ക് യു സർ. എന്തായാലും ഒന്ന് ഫുൾ ഡേ എന്റെ നാദുനൊപ്പമാണ്. ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു, മൊത്തം ഒരു അടിച്ച് പൊളി. എന്താ പോരെ? അങ്ങനെ വഴിക്ക് വാ. ഇതേ ക്രിമിനൽ ലോയർ ഖാദർ ഹസന്റെ മകളാ. കാര്യങ്ങളൊക്കെ ഷാർപ്പായിരിക്കും. എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാനൊന്നും പറ്റില്ല. അപ്പൊ എങ്ങനെയാ നിക്കാഹിന്റെ കാര്യങ്ങള്? ബാപ്പച്ചി തിരക്കൂട്ടാൻ തുടങ്ങി. മനസ്സുകൊണ്ടൊന്നും ഒരുങ്ങാൻ പറ്റുന്നില്ല. ബഡാ ദോസ്ത് അവനാണിപ്പോ എന്റെ തലവേദന. മിസ്റ്റർ ക്ലീൻ ഇമേജ് ഉള്ള പോയിസണസ് സ്നേക്കിനെ കൂടയിലാക്കി ഒതുക്കണം. അതിനുശേഷമേ ഉള്ളൂ ബാക്കി എന്തു. ഡു യു തിങ്ക് ഇറ്റ്സ് പോസിബിൾ? യെസ്, അതിനുവേണ്ടിയുള്ള വല ഞാൻ വിരിച്ചു കഴിഞ്ഞു. അവന്റെ എല്ലാ മൂവ്മെന്റ്സും വാച്ച് ചെയ്യാൻ ഒരു ടീമിനെ തന്നെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ കണ്ണുവെട്ടിച്ച് അവനൊന്ന് ചലിക്കാൻ പോലും ആവില്ല. സക്കീർ, I'll be there right now. I am really sorry. എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം. എന്താ ഇത്ര അത്യാവശ്യം? ബഡാ ദോസ്തിനെ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം കുരുക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട്. I can't miss this chance. I have to go. അപ്പൊ ഇന്നും വാക്ക് തെറ്റിച്ചു. ഹേയ്, നീ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയാകേണ്ടവളാ. Don't be silly. Okay dear. Bye. All the best. Thank you. ഒന്നിങ്ങ് പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങൾക്ക് ഈ കാറൊന്ന് സെർച്ച് ചെയ്യണം. ഇങ്ങോട്ട് ഇറങ്ങണം. സക്കീർ അലി മുഹമ്മദ് IPS. മനസ്സിലായി. ബഡാ ദോസ് എന്നറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റ്, ഭരണകൂടത്തെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള പൊളിറ്റിക്കൽ കിങ് മേക്കർ. താൻ ആരായാലും ശരി, എനിക്ക് കാർ സെർച്ച് ചെയ്തേ പറ്റൂ. Come on, search. Sir. ഇതിലൊന്നുമില്ല സർ. കുത്തിക്കീറി പരിശോധിക്കണോ? നോ മിസ്റ്റർ ഓഫീസർ, യു ആർ ക്രോസിംഗ് ദി ലിമിറ്റ്സ്. ഇതിനപ്പുറം പോയാൽ താങ്കൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. പുല്ലേ, ഭീഷണിപ്പെടുത്തുന്നോ? ഇത്തരം ഓലപ്പാമെന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കല്ലേ. നീ ഒന്നും വിചാരിച്ച എന്നെ കൊണ്ട് ഷേവ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ബഡാ ദോസ്ത്. നീ ആര്? സൃഷ്ടികർത്താവായ ബ്രഹ്മ, സംരക്ഷകനായ വിഷ്ണു, അതോ സംഹാരകനായ ശിവനോ? തൃക്കണ്ണ് തുറക്കുന്ന ശിവനല്ല, ജീവനെടുക്കാൻ വരുന്ന കാലനായാലും ഏത് കാർക്കോടകനായാലും സക്കീർ അലിക്ക് ഇതാ തോലപ്പിച്ച് കളയും ഞാൻ. സക്കീർ, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? സാർ, ഈ വാഹനത്തിൽ കോടികൾ വില വരുന്ന കൊക്കൈൻ കടത്തുന്നുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി. അതുകൊണ്ടാണ് നക്കാപ്പിച്ച കാശിന് വേണ്ടി പോലീസുകാർക്ക് ഇൻഫർമേഷൻ ചോർത്തി കൊടുക്കുന്ന മൂന്നാംകിട ചാരന്മാരുടെ വാക്കും കേട്ട് സമൂഹത്തിലെ മാന്യന്മാരുടെ മുഖത്ത് കോലം വരയ്ക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, തന്റെ തലയിലിരിക്കുന്ന തൊപ്പി മാത്രമല്ല, തൊപ്പിക്ക് താഴെയുള്ള തലയും ഉതിർച്ചെന്നിരിക്കും. എനിക്ക് ഭയമില്ല സാർ. വാട്ട് ഐ മീൻ വാട്ട് ഐ സെഡ്. ബഡാ ദോസ്ത്, വി ആർ റിയലി സോറി ഫോർ ദ ട്രബിൾ. പുതിയ പയ്യനാ, ചൂടിത്തിരി കൂടുതലാ. ഒരിക്കൽ വാണിംഗ് കൊടുത്തതാ, മനസ്സിലായിട്ടില്ല. സക്കീർ അലി മുഹമ്മദ് IPS, ഇൻസ്ട്രുമെന്റ് ഓഫ് പൊളിറ്റിക്കൽ ഷെയർ മാർക്കറ്റിംഗ്, രാഷ്ട്രീയ കുതിരക്കച്ചവടക്കാരുടെ ദല്ലാൾ. അത് മാത്രമാണ് താനിപ്പോൾ.
മിസ്റ്റർ IPS, സ്നേഹിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും ഞാൻ ബഡാ ദോസ്ത്, നിഷേധികൾക്ക് ബഡാ ദുഷ്മൻ. താൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ സൃഷ്ടി സ്ഥിതി സംഹാരം അത് ഈ കൈകളിലാണ്. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വൈ ഐ ഹാവ് കം ടു വാൺ യു. എനിക്ക് നേരെ താൻ അഴിച്ചുവിട്ട ഇതടക്കമുള്ള ചീപ്പ് പെർഫോമൻസ് ഇതോടെ അവസാനിക്കും. അല്ലെങ്കിൽ നാൽക്കവലയിൽ നിർത്തി മുക്കാലിയിൽ കെട്ടി ലേലം വിളിക്കും ഞാൻ. ചോദിച്ചു നോക്കണം, അനുഭവസ്ഥർ പറഞ്ഞു തരും പഴയ പാഠങ്ങൾ. തോലപ്പിച്ചു കളയും ഞാൻ. യാദ് രഖ്ന, യാദ് രഖ്ന, യാദ് രഖ്ന, യാദ് രഖ്ന, യാദ് രഖ്ന. പിന്നെ കൊക്കൈനോ ഹെറോയിനോ എന്ത് കോപ്പാണെന്ന് വെച്ചാ കീറിപ്പോളെന്ന് പരിശോധിച്ചിട്ട് വണ്ടി കൃത്യമായി തിരിച്ചെത്തിച്ചിരിക്കണം. Intact. സർ, ഞാൻ Shut up. You will be suspended. ബഡാ ദോസ്ത് ആരാവൻ? ദേവനോ അതോ അസുരനോ? നീ നോക്കിക്കോ നാദ്ര. ദേവന്റെ രൂപവും അസുരന്റെ മനസ്സുമുള്ള ബഡാ ദോസ്ത് എന്ന ക്രിമിനലിനെ ഞാൻ പൂട്ടും. ഒരു മേലുദ്യോഗസ്ഥനും നിഷേധിക്കാനാവാത്ത തെളിവുകളോടെ. നല്ലത്, അത് ഡ്യൂട്ടി അല്ലേ? അതിനെന്തിനാ സക്കീർ ഇത്ര ദേഷ്യം? ദേഷ്യമോ? എനിക്കെന്തിന് ദേഷ്യം? ഇതെന്റെ ലക്ഷ്യമാണ്. ദേഷ്യമില്ലെന്ന് പറയുമ്പോഴും ആ ചൂട് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, എത്രയും വേഗം എന്നെ അങ്ങ് കെട്ട്. എന്നിട്ട് ആ ദേഷ്യം മുഴുവൻ എന്നോടായിക്കോ. ധൈര്യശാലിയായ റിപ്പോർട്ടർ ശരിക്കൊന്നു വരണ്ടിട്ടുണ്ടല്ലോ. ബഡാ ദോസ്ത് പറഞ്ഞിട്ട് പോയത് കേട്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടി. എടുത്ത ചാടി കുഴപ്പത്തിനൊന്നും പോവരുത്. ഐ വാണ്ട് യു സക്കീർ, ഐ നീഡ് യു. ഡോണ്ട് വറി, എന്നെ അവന്റെ പുല്ലും ചെയ്യാനാവില്ല. 120 വയസ്സായ എന്റെ ആയുസ്. ബൈ നാദു, ഐ ലവ് യു. ഐ ലവ് യു ടു. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. വാ. ജാവേദ് വേണ്ട. ലത്തീഫിന് ഈ കൊച്ചിയുടെ ഇട്ടാവട്ടത്ത് മാത്രമല്ല ഇന്ത്യക്കകത്തും പുറത്തും ആളുകളുണ്ട്. എന്നെ തൊട്ട കണക്ക് പറയേണ്ടി വരുവേ. കള്ള നായിന്റെ മോനെ, നീ ഈ ദുനിയാവിലുള്ള കൊമ്പന്മാർക്ക് മുഴുവൻ പെണ്ണുമുട്ടി കൊടുക്കുന്ന ഇബിലീസാണെന്ന് എനിക്കറിയാമടാ. നിന്നെ പോലുള്ളവർക്ക് മീസാങ്കല്ല് പണിയാനാണ് അവൻ അവതാരമെടുത്തത്. എന്നെ കൊല്ലരുത്. വിധി നടപ്പാക്കുന്നത് ഞങ്ങളല്ല, അവനാണ്. ദയാഹർജി നീ അവിടെ സമർപ്പിച്ചു. ബഡാ ദോസ്ത്, എന്നെ കൊല്ലരുത്. ഒരു പ്രാവശ്യം കൂടി എനിക്ക് മാപ്പ് തരണം. നോ നോ. ഫൈനൽ വാർണിംഗ് കഴിഞ്ഞാ പിന്നെ നോ ചാൻസ്. ഗുഡ് ബൈ ലത്തീഫ്, ഗുഡ് ബൈ. ചെയ്തു കൂട്ടിയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ആഹ്റത്തിലിരുന്ന് ദുവാ ചെയ്യും. പടച്ചോൻ പുറത്ത അടുത്ത ജന്മത്തിൽ ഒരു ഇന്റർനാഷണൽ പിമ്പായി നിനക്ക് പിറക്കേണ്ടി വരില്ല. മാ സലാമ സലാമ. ഈ നഗരത്തെ ഞെട്ടിച്ച ലത്തീഫ് വധക്കേസിന്റെ വിചാരണ ഇന്ന് ആരംഭിക്കുകയാണ്. കേസിലെ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ബഡാ ദോസ്ത് ഇന്ന് കോടതിയിൽ ഹാജരാകുന്നു. അനാഥരുടെയും ആലംബഹീനരുടെയും അഭയകേന്ദ്രമെന്നറിയപ്പെടുന്ന ബഡാ ദോസ്ത് കുറ്റക്കാരനാണോ അല്ലയോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ജനതാ ടിവിക്ക് വേണ്ടി ക്യാമറാമാൻ ശ്രീജിത്തിനോടൊപ്പം നാദിറ ഹസൻ. നോ ഫോട്ടോഗ്രാഫ്, നോ വീഡിയോ, നോ. അങ്ങനെ മാറി നിൽക്കണം. തന്നോടല്ല എടുക്കരുതെന്ന് പറഞ്ഞത്. പ്ലീസ്, ഈ കേസിൽ അങ്ങയുടെ നിരപരാധിത്വം പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് അങ്ങേക്ക് കോൺഫിഡൻസ് ഉണ്ടോ? നാദിറ ഹസൻ സക്കീർ അലിയുടെ പെണ്ണല്ലേ? നമസ്കാരം ബഡാ ദോസ്ത്. ഞങ്ങളുടെ ഒക്കെ രക്ഷകനാ ബഡാ ദോസ്ത്.
ഒരു കോടതിയും ശിക്ഷിക്കില്ല. യുവർ ഓണർ, ലത്തീഫ് എന്ന ബിസിനസ്മാനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ബഡാ ദോസ്ത് എന്നറിയപ്പെടുന്ന ദയാശങ്കർ ആണെന്നുള്ളതിന് വ്യക്തമായ തെളിവ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. കൃത്യം നടന്ന സമയത്ത് ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന പോലീസ് കമ്മീഷണർ സക്കീർ അലി മുഹമ്മദ് തന്റെ മൊബൈൽ ഫോണിന്റെ ക്യാമറയിൽ പകർത്തിയ ഒരു ചിത്രം പ്ലീസ്. ഇതിലൊന്നും കാണുന്നില്ലല്ലോ മിസ്റ്റർ സക്കീർ അലി. ഉണ്ട് ഉണ്ട് യുവർ ഓണർ, അതിലുണ്ട്. എവിടെ? നോക്കൂ. എന്താ, ചിത്രമുണ്ടോ അതിൽ? പെണ്ണുങ്ങൾ ചൂടുന്ന കന്മതപൂ കണ്ണം പൂവുണ്ടോ കൂടെ വന്നേ പോ ആങ്കിളേ ചൂടുതന്നേ പോ ഫൈനൽ വാർണിംഗ് കഴിഞ്ഞാൽ ഒരു ചാൻസ്
ബഡാ ദോസ്തിന്റെ നിഘണ്ടുവിലില്ല. പിന്നെയും എന്തിനു വന്നു? നെഞ്ചു പിളർന്ന് ചാകാനോ? യെസ്, എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും നിയമം കാത്തുസൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനായിരുന്നിട്ടും നീതിപീഠത്തെ പോലും വിലയ്ക്ക് വാങ്ങുന്നവനായി മാറിയ നീ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് ഞാനും തീരുമാനിച്ചു. അതിനുവേണ്ടിയാ വന്നത്. പരമോന്നത നീതിപീഠത്തെ അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ മാനിക്കുന്നവനാ ഞാൻ. അതറിയാവുന്നത് കൊണ്ടായിരിക്കാം തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള എന്റെ പോരാട്ടത്തിന് തടയിടാതിരുന്നത്. അല്ലാതെ ഞാൻ കോടതിയെ വിലയ്ക്ക് വാങ്ങിയിട്ടില്ല. ഇനിയും നിനക്ക് വിശ്വസിക്കാനാവുന്നില്ലെങ്കിൽ ബഡാ ദോസ്തിനെ കുറിച്ച് നീ ഒരുപാട് അറിയേണ്ടിയിരിക്കുന്നു. തിളയ്ക്കുന്ന യൗവനവും മനസ്സ് നിറയെ രാജ്യസ്നേഹവും കാക്കി യൂണിഫോമിനുള്ളിലെ ആവേശവുമായി പോലീസ് ട്രെയിനിങ് ക്യാമ്പുകളിലെത്തുന്ന ചെറുപ്പക്കാരിൽ പലരും റോൾ മോഡലായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു ഓഫീസർ ജീവിച്ചിരുന്നു. ദയാശങ്കർ, 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 ദയാശങ്കർ. നിന്നെപ്പോലെ ഒറ്റയാൾ പട്ടാളമായി ശത്രുവിന്റെ പാളയത്തിലേക്ക് ചങ്കൂറ്റത്തോടെ ഇറങ്ങിച്ചെല്ലാൻ ധൈര്യം കാണിക്കുന്ന പോലീസുകാർ പലവട്ടം കേട്ട് പഠിച്ച് മനഃപ്പാടമാക്കണം ആ ജീവചരിത്രം. ഇറ്റ്സ് എ സിനിമ, an unbelievable cinema, but it is the truth, the truth, the truth, the truth. കൊച്ചി, അറബിക്കടലിന്റെ റാണിയായ സുന്ദര നഗരം. ജീവി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അധോലോക നായകൻ ഗീവർഗീസിന്റെ തട്ടകമായിരുന്നു ഇവിടെ. ബ്ലേഡ് മാഫിയ, ഡ്രഗ് മാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയ, പെൺവാണിഭ, നഗരത്തിന്റെ എല്ലാ നന്മകളും തകർത്തെറിഞ്ഞ ഭീകരതകൾ നടമാടുന്ന ദിനരാത്രങ്ങളുടെ മൂർധന്യതയിൽ ഞാൻ എന്റെ ക്രൈം ഫയൽ തുറന്നു. കോടികൾ വില വരുന്ന മയക്കുമരുന്ന് പിടിച്ച് എന്റെ ആത്മമിത്രമായിരുന്ന കസ്റ്റംസ് ഓഫീസർ ഹർഷദിന്റെ മിസ്സിംഗ്. ആ കേസും എന്റെ മിഷന്റെ ഭാഗമായിരുന്നു. The first chapter. Sing the song of death. Oh, sing it. Without the song of death, the song of life becomes pointless and silly. സത്യസന്ധനായ കസ്റ്റംസ് ഓഫീസർ ഹർഷദ്, നിന്റെ മേലധികാരികൾ പോലും ജീവി എന്ന ബ്രാൻഡ് നെയിം കണ്ടാൽ ഡ്രഗ്സ് അല്ല, ഈ ലോകം തന്നെ തകർക്കാനുള്ള അണുബോംബ് കടത്തിയാലും കാവൽക്കാരായി നിന്ന് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമ്പോ നീ മാത്രം നിയമത്തിന്റെ കാവൽ ഭടനായി മാറി എല്ലാം കണ്ടുകെട്ടി. ഗുഡ്, ഗുഡ്, വെരി ഗുഡ്. കോടികളാണ് നീ കാരണം നഷ്ടമായത്. കോടികൾ. അതെനിക്കൊരു പ്രശ്നമല്ല. ബട്ട് ജീവി എന്ന പേര് കേട്ടാൽ ഉണ്ടാകുന്ന ഒരു ഭയം, അത് തകർത്തെറിയാനാണ് നീ ശ്രമിച്ചത്. അനുവദിക്കില്ല, ഞാൻ അനുവദിക്കില്ല. നീ മറ്റുള്ളവർക്കൊരു പാഠമാവണം. ഇനി ജീവിയുടെ പവറിന് മേൽ ഒരുത്തനും പറക്കാൻ പാടില്ല. നിന്നെ തേടി വരുന്നുണ്ടൊരുത്തൻ, അവന് പോലും നീ ഒരു താക്കീതാവണം. എ ടെറിഫിക് ഒമൻ. നിന്റെ ഒരു എല്ലിൻ കഷ്ണം പോലും കിട്ടില്ല അവന്. കൊടുക്കില്ല ഞാൻ. കമാൻ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? മത്തായിയുടെ സുവിശേഷം 16:26. ഗോഡ് ബ്ലസ് യു മൈ സൺ. പുതിയ ചെങ്ങായി എന്നാ തോന്നേ, അല്ലെങ്കിൽ പക്കിന് വണ്ടി പുറകെ പാർക്ക് ചെയ്യൂ. അവനെങ്ങോട്ട് വിളിക്ക്, എന്നിട്ട് വിവരം പറഞ്ഞ് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ അവസാനം അവന്റെ ശവം നമ്മൾ നോക്കേണ്ടി വരും. മച്ചാനെ, ഹലോ, ഒന്നും വന്നേ. ഹലോ 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 ഹലോ. പിന്നെ നിങ്ങൾ വണ്ടി അവിടെ ഇടണ്ട, ഓട്ടോ സ്റ്റാൻഡ് ഇതാ, ഇവിടെ ഇട്ടാ മതി. അവിടെ ഇട്ടാ എന്താ ഇപ്പൊ കുഴപ്പം? ഒയ്യോ, അത് പക്കിയുടെ സ്റ്റാൻഡാ. വേറെ ഓട്ടോറിക്ഷ ഇടാൻ പാടില്ല അവിടെ. പക്കിയ? ഓ, ഒന്ന് പതുക്കെ പറ, വെറുതെ ഇടങ്ങേറുണ്ടാക്കല്ലേ. ആരായി പക്കി? പട്ടാപ്പകൽ 4 പേരെ വെട്ടി തുണ്ടമാക്കിയവനാണ് ഈ പക്കി. പോലീസുകാർക്ക് വരാന ഭയങ്കര പേടിയാ. ജീവിയുടെ വലങ്കയ്യാ. ജീവിയാ?
ആരാപ്പാ ഈ ജീവി? നിങ്ങൾ ഈ ദുനിയാവിലൊന്നും അല്ലേപ്പാ. എന്റെ പൊന്നി ചങ്ങായി, അങ്ങേര് രാജാവല്ലേ രാജാവ്. കിരീടം വെക്കാത്ത അതുപോലെ നോക്കും രാജാവ്. ഓ വല്ലാത്തൊരു ജീവി എന്നപ്പോ. ശരി വരട്ടെ, നോക്കാം. ദേ ഒരു ഓട്ടം തന്നെ, ഞാൻ പിടിച്ചാട്ടാ. വണ്ടിയിൽ ഓണാ, ഒരുപാട് ഓടണം, ഇല്ലെങ്കിൽ ആഫീസ്. ഹലോ, പക്കിയുടെ വണ്ടിയിൽ ആളെ കേട്ടാണ്ട് നമ്മുടെ വണ്ടിയിൽ ആളെ കേട്ടാൻ പാടില്ല. സ്വാമി ശരണം. എങ്ങോട്ടാ? മെഡിക്കൽ കോളേജ് വരെ വന്നാട്ടെ, കേറിയാ. എന്റെ അമ്മോ, ഇത് കുഴപ്പാവും. പോവാൻ പറ്റട്ടെ. എന്താ ഈ വണ്ടിയിലല്ല, ഈ കിടക്കുന്ന വണ്ടിക്ക് കയറി. മച്ചാനെ ബെടക്കാക്കല്ലേ, ലോൺ ഒരുപാട് വീടാനുള്ളതാ. കൈയെടു. പക്കിയുടെ സ്റ്റാൻഡിൽ വന്ന് മുട കാണിക്കാണ്ട് എടുത്തോണ്ട് പോടാ. എന്റെ പൊന്ന് ചേട്ടാ, നിക്കാൻ ഒരു സ്റ്റാൻഡ് ഇല്ലാത്തോണ്ടാ വണ്ടി എടുത്തോണ്ട് ഈ സ്റ്റാൻഡിലോട്ട് വന്നത്. ഒരു കുടുംബം കഴിയാനുള്ള വകയായത്. ജീവിച്ചു പൊക്കോട്ടെ. എന്റെ മുത്തപ്പോ, വന്നിറങ്ങിയപ്പോ എന്തായിരുന്നു ഒരു പൊട്ടിക്കല്. അതെ, 6 അടി പൊക്കും, അന്യായ വാചകവും. ഇപ്പൊ കണ്ടില്ലേ നിന്ന് ഏത്തവും. ഓക്കല്ലേ അമ്മ കേറിയട്ടെ. ഇന്നത്തെ കൈനീട്ട കേറിയട്ടെ, കേറിയട്ടെ. മാളികപ്പുറം കേറിയട്ടെ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ആരുടെ ഇവിടെ പക്കിയുടെ പിള്ളേരെ ദേഹത്ത് കൈവച്ചത്? സ്വാമിയേ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സബ് ഇൻസ്പെക്ടർ നിരഞ്ജൻ ദാസ് റിപ്പോർട്ടിംഗ് സർ. പൊക്കിയെടുത്ത് തട്ടവന്മാരകത്ത്. ടേക്ക് ദം ഓൾ. നക്ഷത്രവും നോക്കി നടക്കല്ലേ മോനെ, ഭൂമിയിൽ നോക്കി വന്നിച്ച് നടക്കും. ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന 6 അടി മണ്ണ് പോലും കിട്ടാതെ പോകും. കത്തിച്ച് ചാമ്പലാക്കി ഞാൻ നടക്കണം. പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ ദയാശങ്കർ. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ദയ പ്രതീക്ഷിക്കാമോ സാർ? നിരപരാധികൾക്ക് ദയ, ഹറാം പറഞ്ഞവന്മാർക്ക് നോ ദയ. ഇടി ഓൺ ദ സ്പോട്ട്. ഓക്കല്ലേ? ഓക്കേ സാർ. പറയൂപിള്ളേ, ഫാൻസി ഡ്രസ് നടത്തി സിറ്റിയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ കയ്യടി വാങ്ങിയ നിങ്ങളുടെ പുതിയ ഓഫീസർ ദയാശങ്കറിന്റെ കഥകൾ. നഗരം ക്ലീൻ ചെയ്യാൻ നമ്മുടെ മുഖ്യം കൊണ്ടുവന്നിറക്കിയ ബുൾഡോസറുകളല്ലേ അവൻ ഒരു കലക്കെട്ടെന്ന് നമുക്കെന്തൊരു പോവാൻ അല്ലേ CMA? ഭരണത്തിന്റെ കാലാവധി തീരാറായി. അടുത്ത ഇലക്ഷന് ചിലപ്പോ കാറ്റ് മാറി വീശുന്ന പലരുടെയും പ്രവചനം. അതിനു മുമ്പ് ജനങ്ങളുടെ കയ്യടി വാങ്ങിച്ചെടുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. വേണം, ജനങ്ങളുടെ കയ്യടി നമുക്ക് വേണം. പക്ഷെ അത് ജീവിയുടെ പിള്ളേരുടെ നെഞ്ചത്തൂടെ ബുൾഡോസർ കയറ്റിയിട്ട് വേണ്ട. പക്കി അവൻ എന്റെ ഒരു ശക്തിയാ. അറിയാം, അതുകൊണ്ടല്ലേ വിവരം അറിഞ്ഞുടൻ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞ അവനെ പുറത്തു വിട്ടത്. തള്ളേ,
കണ്ട പെറ്റ തള്ള സൈക്കില്ല. അവൻ കയറി ശരിക്കൊരു മേല് മേഞ്ഞു കളഞ്ഞു കേട്ടാ. ഈ കൊച്ചി നഗരത്തിൽ പിഴച്ചു പോണമെങ്കിൽ അവൻ പാലിക്കേണ്ട മര്യാദകളെ പറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. അല്ലെങ്കിൽ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ജീവി കൈ കഴുകും. അതോടെ തുടങ്ങും അവന്റെ കുരിശിന്റെ വഴി, ദ വേ ഓഫ് ക്രോസ്. പിന്നെ ഇവിടെ വന്ന് കരഞ്ഞ് കാല് പിടിച്ചാൽ പോലും ഈ പാനപാത്രം ഏറ്റുവാങ്ങാൻ ഒരുത്തനും വരില്ല. ദേഷ്യപ്പെടല്ലേ ഗീവർഗീസേ, നമ്മുടെ CM തന്നെയല്ലേ ആഭ്യന്തരമന്ത്രി. എന്റെ ഓർഡറിനപ്പുറം ഒന്നും അവൻ കളിക്കില്ല, ഞാൻ അതിന് അനുവദിക്കില്ല. തന്നെ വേണമെങ്കിൽ നാളെ തന്നെ അവൻ ജീവിയെ വന്നു കണ്ട് മാപ്പ് പറയാൻ മധ്യമേഖല IG എന്നുള്ള നിലയിൽ ഞാൻ ആറ് കൊടുക്കട്ടാ. നോ, അതൊന്നും വേണ്ട. എനിക്ക് കാണണം അവനെ. ഞാൻ കാണും. ജാവേദ് സർ. സോറി സർ. Eat this. Eat. Eat, I say. No. Eat like a dog. Do what I say. ഇതുപോലെ കിട്ടണം എനിക്ക് അവനെ, ആ ദയാശങ്കറിനെ. ലൈക്ക് ആൻ ഒബീഡിയന്റ് ഡോഗ്. മീനു, ഞാൻ വരണു ഏട്ടാ. എവിടെ യൂണിഫോം? എവിടെ? ഇന്ന് ഏട്ടന്റെ യൂണിഫോം അറേഞ്ച് ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞ് രാവിലെ തുടങ്ങിയതാ നന്ദു. അയണിങ്ങും ഷൂ പോളിഷിങ്ങും. വരണു. എന്താ ഭായി, ഏട്ടത്തി അമ്മയുടെ ജോലിയൊക്കെ ഏറ്റെടുത്തോ? ഏയ്, എന്താ നന്ദു ഈ കാണിക്കുന്ന? ഞാൻ ചെയ്തോളാം. മീനു, എവനിങ്ങനെ സോപ്പിടുന്നതിൽ എന്തോ കാര്യമുണ്ട്. ചെറിയൊരു കാര്യമുണ്ട്. അങ്ങനെ വഴിക്ക് വാ. എന്താ സംഭവം? പറയടോ. ക്യാമറ ഇവിടെ കണ്ടൊരെണ്ണം കിടപ്പില്ലേ? വീഡിയോ ക്യാമറ. ഇവനെന്താ വല്ല സീരിയലും പിടിക്കാൻ പോകുന്നു? ഒരു സ്ക്രിപ്റ്റ് ഒക്കെ കക്ഷി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റോറി. എന്നാലും ഞങ്ങളെ വെറുതെ വിടില്ല. ശരി ശരി, ഒരെണ്ണം സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. എന്താടോ പതിവില്ലാതെ തന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? എന്താണെന്നറിയില്ല, മനസ്സിൽ വല്ലാത്തൊരു പേടി പോലെ. എനിക്ക് ഇന്നലെ തന്നെ തോന്നി, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പോ താൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു വന്നു. ആരാ ഈ ജീവി? ഒരു ജീവി. ഞാനും അയാളെ തന്നെയാണ് അന്വേഷിക്കുന്നത്. ഇങ്ങനെയുള്ളവർ പൊതുവേദികളിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ലല്ലോ. ഈ ഹൈടെക് യുഗത്തിൽ ലോകം മുഴുവനായി ബന്ധപ്പെടാൻ ഒരു കൊച്ചു കമ്പ്യൂട്ടർ മതി. അതുകൊണ്ട് ഇവരൊക്കെ പലപ്പോഴും ഹൈലി കോൺഫിഡൻഷ്യലായ ചില പാസ്വേഡുകളെ പോലെയാണ്. എന്നെങ്കിലും ഒരു മുഖാമുഖം ഉണ്ടാവും. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പിന്നെ ഒരു ജീവിയെക്കുറിച്ച് ആലോചിച്ചും എന്റെ മീനു തലപുണ്ണാക്കേണ്ട കാര്യമില്ല. എനിക്ക് ആകെ സമാധാനം കിട്ടുന്ന ഒരേ ഒരിടം ഈ കൊച്ചു വീടാണ്. ആൻഡ് ദേ ആർ ഓൾ ഔട്ട് ഓഫ് ദി സീൻ. ഓക്കെ? മോർണിംഗ് സർ. ടീമിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു സർ. ഐ എം കോൺഫിഡന്റ്. താങ്ക് യു സർ. ഓപ്പറേഷൻ അഗ്നി. ഈ നഗരത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന എന്റെ മിഷൻ ഓപ്പറേഷൻ അഗ്നി ഇന്ന് ആരംഭിക്കുകയാണ്. പ്രേ ഫോർ മീ.
അത് പിന്നെ പറയണോ ഷാജി? അവനെ പീസ് ആകില്ലേ? പിന്നല്ലാതെ. ഹലോ, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം. Rain, go away. Che, bullshit. Search. നമസ്കാരം സാർ, വന്നാട്ടെ, അകത്തോട്ടിരിക്കാം. ഹലോ, നമസ്കാരം സാർ. ഹസ്തരേഖ, ജ്യോതിഷം, പക്ഷിശാസ്ത്രം എല്ലാം നോക്കും സാർ. സെർച്ച് ചെയ്യണോ സാർ? നോ. സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാം കൂടി ഒറ്റയടിക്ക് തീരുവേ. അങ്ങോട്ട് ഒന്ന് വേഗം ആവട്ടെ, നേരം വിളിക്കാറായി. ഹലോ, എന്താ സാർ? പോത്തിനോടാണോ കമ്മീഷണർ വേദമോതുന്നത്? കൊള്ളാം. ശുക്രദശയിൽ സുഖിക്കാത്തവനുമില്ല, ആദിത്യദശയിൽ അലയാത്തവനുമില്ല, രാഹുദശയിൽ വാണവനുമില്ല, രാജദശയിൽ കെട്ടവനുമില്ല. ദയാശങ്കറിന് ആദിത്യദശയാണ്, ജീവിക്ക് രാജദശയാണ്. ഇപ്പൊ തന്നെ ഈ നാടും നഗരവും ഒക്കെ നക്കി തുടച്ച് വൃത്തിയാക്കി കളയുമെന്നും പറഞ്ഞ് ബക്കറ്റുകളും ചൂലുകളും ഒക്കെ എടുത്തോണ്ട് ഇറങ്ങിയ ദയാശങ്കറിന്റെ മൂടും കുത്തിയുള്ള ഒരു വീഴ്ച പ്രതിപക്ഷത്തിനെടുത്തടിക്കാവുന്ന നല്ലൊരു നമ്പറായി അല്ലേ കേടി? സാധാരണക്കാരന്റെ കയ്യടി വാങ്ങിക്കാനാണല്ലോ നമ്മുടെ CM പടക്കുതിരയായ ദയാശങ്കറിനെ തന്നെ ഇറക്കി വിട്ടത്. പക്ഷെ അത് ചീറ്റി പോയി. എന്തായാലും ദയാശങ്കറിന്റെ വീഴ്ചയ്ക്ക് കളമൊരുക്കിയ ജീവിക്ക് പ്രതിപക്ഷ ഉപനേതാവെന്ന നിലയിൽ എന്റെ അഭിനന്ദനങ്ങൾ. അത് നമ്മുടെ IG പിള്ളയ്ക്കും ദാസിനും കൊടുത്താൽ മതി. ഇവരാണല്ലോ കമ്മീഷണറുടെ തീമഴ വരുന്നു എന്നെ പിള്ളേർക്ക് കൃത്യമായ മെസ്സേജ് കൊടുത്തത്. കെടി, നിങ്ങളിപ്പോ ചെയ്യേണ്ടത് ഈ സന്ദർഭം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താമോ അങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന്റെ പ്രതിഫലനമായിരിക്കും ഈ വരുന്ന ഇലക്ഷനിൽ വോട്ടുകളായി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു ചേരാൻ പോകുന്നത്. അടുത്ത മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി ആകേണ്ട ആളാണ്. അപ്പോഴാണ് സ്മരണയോടെ എന്റെ കൂടെ നിൽക്കേണ്ടത്. അത് പ്രത്യേകം പറയണോ ജീവി? സ്മരണ ഉണ്ടാവും, എന്നും ഉണ്ടാവണം. അല്ലെങ്കിൽ കൊടി ഉയർത്തിയ കൈകൊണ്ട് തന്നെ കോടി പുതപ്പിക്കും. അറിയാവല്ലോ ജീവിയെ. ജീവി സാർ, ഇതിനിടയിൽ നിങ്ങൾക്ക് വേണ്ടി ഒറ്റുകാരെന്ന് മുദ്രകുത്തപ്പെടുന്ന ഞങ്ങളെപ്പോലുള്ള വിശ്വസ്തരായ പാവം പോലീസുകാരെ കൂടി ഒന്ന് ഓർത്തേക്കണം. He is kind and merciful to the ones whom he has chosen. അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ കരുണയും അനുഗ്രഹവും വർഷിക്കും. Wisdom of Solomon chapter 3 sentence 9. ഇതെന്തിനു പറ്റിയതയാ? ഈ പത്രക്കാരും TV കാരും ഒക്കെ ചെറുതായിട്ടൊന്ന് ആക്കിയെന്ന് വെച്ചാൽ നമ്മൾ എന്തിനു നടന്ന് തളരണത്? വിട്ടേടാ. ഇല്ല സാർ, അതങ്ങനെ പെട്ടെന്ന് മറന്നു കളയാൻ പറ്റില്ല. ഐ നീഡ് എ ചേഞ്ച്. അതാ കുറച്ചു ദിവസത്തെ ലീവിന് അപേക്ഷിച്ചത്. തന്നെ അത് ശരിയല്ല. മേലെ ഇരിക്കണവന്മാർക്ക് ഉത്തരവുകൾ ഇട്ടാ മതിയല്ല. നമ്മളെ പോലെയുള്ള ആഫീസർമാരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അവന്മാർക്ക് അറിയണം. ശരി, ലീവ് എടുത്തോളി. എന്നിട്ട് ഫാമിലികളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി ചുറ്റി കറങ്ങിട്ട് വരി.
ഇപ്പൊ മുക്കിന് വാട്ടർ തീം പാർക്കുകളൊക്കെ കിടക്കല്ലേ, ഒന്ന് പോയി മുങ്ങി കുളിക്കി മനസ്സിലൊക്കെ ഒന്ന് തണുക്കട്ട്. ആ, നമ്മുടെ ഫ്രിഡ്ജിൽ നല്ല തണുത്ത ബിയറുകൾ ഇരിപ്പുണ്ട്, ഒന്ന് എടുക്കട്ടെ. ഞാനാണെങ്കിൽ ഒരു കമ്പനി ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. എന്തൊരു പറയണ്? സോറി സർ. Lift. Open. Ambulance. ഇതെന്തിനത്? ഓപ്പറേഷൻ അഗ്നി is successfully completed, sir. ഇതപ്പോ കൂടെ നിന്നവർ തന്നെ ഒറ്റുകാരായപ്പോ എനിക്കത് ഒറ്റയ്ക്ക് തീർക്കേണ്ടി വന്നു. ഇനി ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ. ഈ നഗരത്തെ നരകമാക്കി മാറ്റിയ ജീവിയുടെ അറസ്റ്റ്. നോ, ഇപ്പൊ നിങ്ങൾ ഇതിന് തുനിയരുത്. ആദ്യം ഞാൻ ഇതൊന്ന് വായിച്ച് പഠിക്കട്ടെ. സാറ് പഠിക്കണം സാർ. സാറിനെ പോലുള്ളവർക്ക് പഠിക്കാൻ ഇതിനകത്ത് ഒരുപാടുണ്ട്. ഇത് സാറിനുള്ള കോപ്പി. ഒറിജിനൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് ജീവിയെ തളയ്ക്കാനുള്ള വാറന്റ് ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ബൈ സർ. ശനിദശകൾ തുടങ്ങുമ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോ കുരഷ്ട ബുദ്ധികൾ തോന്നിക്കോളും. വാ തന്നെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ കുഞ്ഞിനെ മാമോദിസ മുക്കുന്നു. സർ, അകത്ത് CM-ന്റെ മകളുടെ കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങാണ് നടക്കുന്നത്. ജീവിയ ഗോഡ് ഫാദർ തലോട്ടപ്പൻ. ഈ സമയത്ത് ഇവിടെ നിന്ന് ജീവി അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാപ്റ്റിസം കഴിഞ്ഞ് ഗോഡ് ഫാദറിങ് പുറത്തേക്ക് വരില്ലേ? പള്ളി സെമിത്തേരിലേക്ക് കെട്ടിയെടുക്കൊന്നുമില്ലല്ലോ. ഐ നോ വാട്ട് ടു ഡു. ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ്. സർ. ജാവേദ് ജീവി.
നടക്കുന്നതെന്ന് അറിയാലോ. ഏട്ടന് നീ തന്നെ ചെല്ല്. ആ എല്ലാം കർത്താവിന്റെ അനുഗ്രഹം, അല്ലാതെ എന്താ പറയുക. എന്താടോ ഈ നിൽക്കുന്ന ഗീവർഗീസിനെ അറസ്റ്റ് ചെയ്യാമെന്നാണ്. അറസ്റ്റ് ചെയ്യാനോ? സോറി സർ, അങ്ങയുടെ കൊച്ചുമകളുടെ ഗോഡ്ഫാദറായ ജീവിയെ അല്ല, ഈ സിറ്റിയിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും പെൺവാണിഭത്തിന്റെയും ഒക്കെ ഗോഡ്ഫാദറായ ജീവിയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പരിപാവനമായ ഈ ദേവാലയ മുറ്റത്ത് വെച്ച് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജീവിയെ പോലൊരു VIP അറസ്റ്റ് ചെയ്താൽ ലക്ഷക്കണക്കിന് ക്രിസ്തുമത വിശ്വാസികളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ടി വരും. സമ്മതിക്കില്ല. ഞാൻ സല്യൂട്ട് ചെയ്ത് വായും പൊത്തി തിരിച്ചു പൊക്കോളാം. സർ, കസ്റ്റംസ് ഓഫീസർ ഹർഷദിന്റെ ഹോമിസൈഡ് അടക്കം നിരവധി കൊടും പാതകങ്ങൾ ചെയ്ത ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ കോടതിയുടെ ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രതി ഏത് നിമിഷവും രക്ഷപ്പെടുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് എനിക്ക് കടന്നു കയറേണ്ടി വന്നു. എങ്കിൽ ജീവി നാളെ നേരിട്ട് കോടതിയിൽ ഹാജരാവും. അവിടെ പ്രസന്റ് ചെയ്യാം തനിക്ക് തന്നെ തെളിവുകൾ. തന്നോട് സംസാരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാ, ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കേണ്ട വെറും ഒരു പോലീസുകാരനാ താൻ. IPS ജാടയും കൊണ്ട് ഇങ്ങോട്ട് കയറല്ലേ. സർ പ്ലീസ് obey my order and clear out. സർ, ഇവൻ ചെയ്യുന്നതെന്തെന്ന് ഇവൻ അറിയുന്നില്ല. ഇവനോട് ക്ഷമിക്കണമേ. എനിക്ക് മാത്രം എന്തിനായി ടെൻഷൻ? ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ ചങ്ക് പൊട്ടി വിളിച്ചു കൂവുന്നത്? ഒന്നും കാണരുത്, കേൾക്കരുത്, മിണ്ടരുത്. നന്ദു, നിന്നെ പോലെ ഒന്നും സംസാരിക്കാൻ കഴിവില്ലാത്തവനായിരുന്നാ മതിയായിരുന്നു. ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അതാണ് ആദ്യം ശീലിക്കേണ്ടത്. പക്ഷേ കഴിയുന്നില്ലല്ലോ എനിക്ക്. ഹോ, മീനു, മീനു, മീനു. മീനു, 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 എന്താ എന്താ പറ്റിയത്? നന്ദു അവിടെ?
എന്തിനു വേണ്ടിയാണ് ദയാ നീ ഇങ്ങനെ രോഷം കൊള്ളുന്നത്? കാക്കിയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു പോലീസുകാരന്റെ ആവേശം കൊണ്ടോ, അതോ കൂടപ്പിറപ്പിന്റെ ചിത എരിഞ്ഞു തീരുന്നതിന് മുമ്പേ ശത്രുവിനെ വകവരുത്താമെന്ന് പ്രതിജ്ഞ എടുത്തതുകൊണ്ടോ? പിറ്റി ഓൺ യു ദയാ. യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നിനക്ക് എന്തുകൊണ്ട് ഇനിയും കഴിയുന്നില്ല? നീ കരുതുന്ന പോലെ ഈ കാക്കി യൂണിഫോമിന് അത്ര വലിയ മഹത്വം ഞങ്ങൾ കൽപ്പിച്ചിട്ടില്ല. സായിപ്പ് അവന്റെ തുടച്ചു വലിച്ചെറിയുന്ന ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും അതിനില്ല. സോളിഡ് പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നല്ലോ നീ. എന്നിട്ട് എന്റെ രോമത്തിൽ തൊടാൻ പറ്റുമോ നിനക്ക്? ഈ പോലീസും നിയമവും ഭരണയന്ത്രവും ഒക്കെ ജീവിയുടെ ആജ്ഞാനുവർത്തികളാ. ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി അവിടെ അധികാര കസേരയിൽ ഇരിക്കും. ഞാൻ ജീവി ഭരിക്കും. നിന്നെ പോലുള്ള ഒറ്റയാന്മാരുടെ ചലനങ്ങൾ പോലും ഒരു ചെറുവിരൽ കൊണ്ട് തളയ്ക്കും ഞാൻ. ഇനിയും നിനക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയി വിസ്തരിച്ച് ശിക്ഷ വാങ്ങി തരണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഐ വിൽ ഷോ യു വൺ മോർ തിങ്. എനിക്കെതിരെയുള്ള കേസിന്റെ വാദം കേട്ട് ന്യായാന്യായങ്ങൾ നോക്കി ശിക്ഷ നടപ്പാക്കേണ്ട റെസ്പെക്ടഡ് ജഡ്ജ്. ഈ ന്യായാധിപന്റെ മുന്നിലേക്ക് എന്നെ കൊണ്ടുചെന്ന് നിർത്തിയാൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യൂ, അതോ 14 വർഷം കാനനവാസത്തിന് അയക്കുന്നു എന്ന വിധിവാചകം വായിക്കൂ? Come out from dreams there. Reality is unbelievable than dreams. നിനക്ക് ഞാൻ തന്നത് ഒരു ചെറിയ ശിക്ഷ മാത്രം. എനിക്ക് വേണമെങ്കിൽ ഒരു ഞൊടിയിട കൊണ്ട് നിന്നെയും ഭസ്മമാക്കാമായിരുന്നു. ഞാനത് ചെയ്തില്ല. ബിക്കോസ് ഐ നീഡ് യു. നീ എന്നോടൊപ്പം നിൽക്കുമെങ്കിൽ നിന്റെ ഈ കരുത്തുള്ള മുഷ്ടി, ഏതവന്റെ നെഞ്ചിൻ കൂടിന് നേരെയും തോക്ക് ചൂണ്ടാൻ ഭയമില്ലാത്ത ഈ മനസ്സ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ജീവി ഉയരും ഒരുപാട് ഒരുപാട്. ആ ഉയർച്ചയിൽ എന്നോടൊപ്പം നീയും ഉണ്ടാവും. ആസ് എ ഫ്രണ്ട്, ആസ് എൻ ഈക്വൽ പാർട്ട്ണർ. പിന്നെ ഏതും മേലാളനും അടിക്കും സല്യൂട്ട്. നീ ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ മതി, ഇടിക്കും ഏതവന്റെയും മുട്ട്. ഡു യു ഗെറ്റ് മീ മിസ്റ്റർ ദയാശങ്കർ? ഇതിന് സമ്മതമെങ്കിൽ ഷെയർ എ ഡ്രിങ്ക് വിത്ത് മീ ആൻഡ് ബിക്കം മൈ ബെഡാ ദോസ്ത്. ബെഡാ ദോസ്ത്, ബെഡാ ദോസ്ത്, ബെഡാ ദോസ്ത്, ബെഡാ ദോസ്ത്. ഇനിയും ശത്രുവായി നിൽക്കാൻ തന്നെയാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ ബുള്ളറ്റുകൾ എങ്ങനെയാണ് നിനക്ക് വേണ്ടതെന്ന് ഞാൻ ചോദിക്കും. വിത്ത് വിസ്കി, വിത്ത് സോഡ, വിത്ത് വാട്ടർ, ഓർ ഡയറക്റ്റ്? കം ഓൺ, സ്പിറ്റ് ഔട്ട്. This is my life blood. പാപമോചനത്തിനായി
ഈ ലോകത്തിന് മുഴുവനും വേണ്ടി ചിന്തുവാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ രക്തം. Share with me. Yeah, Matthew 26:27. You are great, Daya. Mera beda dost. No. ഈ മാമോദിസ മുങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചിലത് ചെയ്തു തീർക്കാനുണ്ട്. Wait until then. മണി പവർ, മസിൽ പവർ. ലോകം ശക്തിയുള്ളവന്റെ കൈപ്പിടിയിലാണ്. അവർ തീരുമാനിക്കും ആര് ഭരിക്കണം, ആര് മരിക്കണമെന്ന്. സത്യാന്വേഷികളുടെയും നീതിക്ക് വേണ്ടി പോരാടുന്നവരുടെയും ചോര കൊണ്ടെഴുതുന്ന ചരിത്രം ബലിയാടാക്കപ്പെട്ടവന്റെ ഓർമ്മക്കുറിപ്പല്ല, വെട്ടിപ്പിടിക്കുന്നവന്റെ വിജയഗാഥയാണ്. അത് മനസ്സിലാക്കിയത് മുതൽ ദയാശങ്കർ എന്ന നിയമപാലകൻ കൂടുവിട്ട് കൂടുമാറാൻ തീരുമാനിച്ചു. A man without a face, a man without a heart. ദയാശങ്കറിന്റെ ആത്മകഥയുടെ 2ാം അധ്യായം അവിടെ തുടങ്ങി. യുദ്ധകാണ്ഡം. ഇപ്പൊ ഇതെന്തൊരു ഇങ്ങനെ ഒരു തീരുമാനം? ഇതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ് സാർ. ഇതേപോലെ ഇത്രയും പവറുള്ള ഒരു ഓഫീസർ രാജിവെക്കണത് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു നഷ്ടമാണ്. ആ നഷ്ടം സാറിനെ പോലുള്ള പലർക്കും പല ലാഭങ്ങളും ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം സാർ. മനസ്സിൽ എന്തൊക്കെയോ വെച്ച് സംസാരിക്കുന്നു. അതെ സാർ, എന്റെ മനസ്സിൽ ഒരുപാട് വേദന ഞാൻ അടക്കി വെച്ചിട്ടുണ്ട്. ഈ യൂണിഫോം ധരിക്കുമ്പോൾ ഞാൻ എടുത്ത പ്രതിജ്ഞയോട് 100% സത്യസന്ധത പുലർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി വ്യക്തിപരമായി പലതും ത്യജിക്കേണ്ടി വന്നു. പക്ഷെ ആ ത്യാഗങ്ങളൊന്നും കാണാനുള്ള കണ്ണ് ഭരണകൂടത്തിനുണ്ടായില്ല. പിറന്ന മണ്ണിൽ കുഴിബോംബ് പാകി അധികാരത്തിന്റെ അച്ചുതണ്ട് എന്റെ കയ്യിലാണെന്ന് അഹങ്കരിക്കുന്ന ജീവിയെ പോലുള്ള രാജ്യദ്രോഹിയുടെ മുന്നിൽ വെച്ച് മുഖമടച്ച് ആട്ടിയപ്പോ അധിക്ഷേപിക്കപ്പെട്ടത് ഞാൻ എന്ന ഒരു വ്യക്തിയല്ല. കാക്കിയും ധരിച്ച് ലാത്തിയും എടുത്ത് സ്വന്തം ജീവനും ജീവിതവും മറന്ന് മുന്നോട്ടിറങ്ങാൻ തയ്യാറാകുന്ന ആയിരങ്ങളാണ്. അവരുടെ ആത്മാർത്ഥതയാണ്. ദുഃഖമുണ്ട് സർ. ഇത് വെറും ഒരു വികാര പ്രകടനമാണ്. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതൊന്നുമല്ല. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ തന്നെയാണ് ഈ രാജി. ആൻഡ് ദിസ് റെസിഗ്നേഷൻ ഇസ് മോസ്റ്റ് ഇൻഎവിറ്റബിൾ. അതല്ല, ഈ യൂണിഫോമിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു ശുദ്ധികലശം നടത്തണമെങ്കിൽ എനിക്ക് ആദ്യം ബുള്ളറ്റ് തുളച്ച് കയറ്റേണ്ടി വരിക സാർ അടക്കമുള്ളവരുടെ തലച്ചോറിനകത്തേക്കാ. മിസ്റ്റർ ദയാശങ്കർ. യെസ്, ഐ ആം ദയാശങ്കർ. അവസാന ശ്വാസം വരെ നാടിനോട് കൂറ് പുലർത്തുന്ന ഒരു രാജ്യസ്നേഹിയായിരിക്കണമെന്ന് എനിക്ക് വാശിയുണ്ട് സാർ. ഗുഡ് ബൈ. ഓം അബ്രഹ്മണായ പിതൃവംശജാത മാതൃസ്വതാം വംശ ഭവാമതിയായ ദോഷസ്മിൻ മമ തപോപകാരാശ്യ സൃഷ്ടാശ്യ ദൃഷ്ടാശ്യ മിത്രാണി സസ്യ പിണ്ഡം അഹം കരുഷ്യേ നമ. പരേതാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ച് പിണ്ഡം വെച്ചോളൂ. എള്ളും നീരെടുത്ത് പിതൃക്കളെ ധ്യാനിച്ച് അർപ്പിക്കുക. ഇനി ഇലയോട് ചേർന്ന് പിണ്ടെടുത്ത് പുഴയിൽ ഒഴുക്കുക. അതിനുശേഷം ഈശ്വരനെ ധ്യാനിച്ച് 3 തവണ മുങ്ങി നീ വരിക. ഒരു പിണ്ടം കൂടിയുണ്ട് തിരുമേനി. പേരുന്നാളും ദയാശങ്കർ, ചതയം നക്ഷത്രം. സാർ, ഇതങ്ങ് ചെയ്തു തരണം. അപേക്ഷയാണ്. സ്വയം ഒരുക്കിയ ചിതയിൽ വെന്തു തീർന്ന ദയാശങ്കർ എന്ന പോലീസ് ഓഫീസറുടെ പിണ്ടം.
സൂര്യപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രനായി വളരേണ്ടി വന്ന കർണന്റെ കഴിവുകൾ മനസ്സിലാക്കി കൂടെ നിർത്തിയത് സർവഗുണസമ്പന്നരായ പാണ്ഡവരല്ല, ദുര്യോധനനാണ്. അർജുനനേക്കാൾ മിടുക്കനായ ഏകലവ്യന്റെ പെരുവിരൽ ദ്രോണർ ഗുരുദക്ഷിണയായി ചോദിച്ചു വാങ്ങിയത് തന്റെ പ്രിയ ശിഷ്യന്റെ മുഖത്ത് ഭയത്തിന്റെ ലാഞ്ചന കണ്ടതുകൊണ്ട്. തന്നെക്കാൾ മിടുക്കനായ ഒരുവനെ കാണുമ്പോ ഏത് യോദ്ധാവും ഒന്ന് ഭയക്കും. ബട്ട് ജീവിയുടെ സ്റ്റൈൽ അതൊന്നുമല്ല. രാവണനെ തള്ളിപ്പറഞ്ഞ് രാമന്റെ പക്ഷം ചേർന്ന വിഭീഷണനല്ല ദയാശങ്കർ, നോവിക്കപ്പെട്ടവനാണ്. ഐ നോ ഇറ്റ് ജാവേദ്. പാളയത്തിൽ മുറിവേറ്റ് വീണ ശത്രുപക്ഷത്ത് മിടുക്കനായ ഒരു യോദ്ധാവ് ജീവൻ തിരിച്ചു കൊടുത്താൽ വിശ്വസ്തനായിരിക്കാമെന്ന് വാക്ക് തന്നാൽ അവനും കൊടുക്കും ജീവി ഒരവസരം. ദയ മിടുക്കനാണ്, എനിക്ക് വേണോ അവനെ. സർ, ദയാശങ്കർ വന്നിട്ടുണ്ട്. No one can serve two masters. He will hate one and love the other. He will be loyal to one and despise the other. You cannot serve both God and money. Matthew 6:24. ദയ, എന്റെ കയ്യിലുണ്ട് പണം, നീ എന്റെ വിശ്വസ്തനാകുക, നിന്നെ ഞാൻ ഉയരങ്ങളിൽ എത്തിക്കാം. പറയൂ, എന്നെ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ദൗത്യം. എന്റെ മനസ്സൊറ്റ നോട്ടത്തിൽ വായിച്ചു കളഞ്ഞല്ലോ ബെടാ ദോസ്ത്. പറയാം. രവീന്ദ്രനാഥ് ഖുറാന മുംബൈയിൽ നിന്നും ഇവിടെ എത്തി തന്റേതായ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തവൻ. ഈ കൊച്ചി നഗരത്തിലെ വിലപിടിപ്പുള്ള സ്ഥലങ്ങൾ അത്രയും ഇന്ന് അവന്റെ കയ്യിലാണ്. ജ്വല്ലറികൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, ഹോട്ടലുകൾ, അങ്ങനെ എല്ലാ മേഖലകളിലും അവന്റേതായ മുദ്ര അവൻ പതിപ്പിച്ചു കഴിഞ്ഞു. മുമ്പൊക്കെ എന്നെ കാണുമ്പോ സലാം സർക്കാർ എന്ന് പറഞ്ഞ് ഓച്ചാനിച്ച് മാറി നിന്നവൻ ഇപ്പൊ അവന്റെ വിളിയൊന്ന് മാറ്റി. നഗരത്തിലെ ചില ബിസിനസ് മീറ്റിംഗുകളിൽ ഇപ്പൊ അവന്റെ ശബ്ദം മാത്രമേ ഉയർന്നു കേൾക്കാവൂ എന്ന് അവനൊരു വാശി. ഈ കൊച്ചി നഗരത്തിന്റെ അധിപനാവണം എന്ന് അവനൊരു മോഹം. വിദേശത്തു നിന്നുള്ള ഗസ്റ്റുകൾ വരുമ്പോ അവരെ സ്വീകരിക്കാൻ മറൈൻ ഡ്രൈവിലെ കണ്ണായ സ്ഥലത്ത് ഹെലികോപ്റ്റർ പോലും ലാൻഡ് ചെയ്യാനുള്ള സൗകര്യത്തിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി ഞാൻ കണ്ടുവച്ചിരുന്ന സ്ഥലം വളരെ തന്ത്രപരമായി അവൻ കൈക്കലാക്കി. വാങ്ങിയതിന്റെ ഇരട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവൻ വഴങ്ങുന്നില്ല. കുടുംബം, കുട്ടികൾ, അങ്ങനെ ഒരു ബന്ധങ്ങളും ഇല്ല അവന്. ഉണ്ടായിരുന്നെങ്കിൽ അവരെ മുൾമുനയിൽ നിർത്തി ഞാൻ വിലപേശുമായിരുന്നു. അവനെ അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വെച്ചാൽ കാലശേഷം അവന്റെ സ്വത്തുക്കൾ മുഴുവൻ മഹാരാഷ്ട്ര സർക്കാരിൽ പോയി ചേരും. അവനൊരു മെരുങ്ങാത്ത കുതിരയാണ് ദയ. പക്ഷേ മെരുക്കണം നീ. ഐ എക്സ്പെക്ട് ആൻ ഇന്റലിജന്റ് മൂവ് വിതൗട്ട് ബ്ലഡ് ഷെഡ്. എന്തായാലും എനിക്ക് വേണം ആ സ്ഥലം. അത് മാത്രമല്ല, ഈ കൊച്ചി നഗരത്തിൽ അവൻ വാങ്ങിക്കൂട്ടിയ ഭൂമി മുഴുവൻ എന്റേതാവണം. തരും. ഒരു വാക്ക് പോലും എതിര് പറയാതെ ഖുറാന എഴുതി തരും, രേഖാമൂലം. ഗുഡ്. I'm sorry, sir. It's okay. Excuse me, sir. You're Mr. Ravindranath Khurana, the great business magnate? Yeah, you are right. Oh, God, what a surprise! Really, it's a precious moment to me. Thank you. എന്റെ സന്തോഷം എങ്ങനെയാ ഒന്ന് അറിയിക്കുക? നിന്റെ ഈ എക്സൈറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കാമല്ലോ, നിന്റെ സന്തോഷം. അയ്യോ, അപ്പൊ സാറിന് മലയാളം അറിയോ? മലയാളം മാത്രമല്ല, 14 ഭാഷകൾ ഞാൻ അനായാസമായി സംസാരിക്കും, മിസ് നന്ദിത. Oh, great! You know my name. Yeah, I know everything about you. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുക പോലും ചെയ്തത്. മിസ് നന്ദിത മേനൻ എയർ ഹോസ്റ്റസ് ട്രെയിനിങ് കഴിഞ്ഞു നിൽക്കുന്നു. കേരളത്തിലെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെ കുറിച്ചൊരു പ്രോജക്ട് തയ്യാറാക്കുന്നു. റിസർച്ചിന് അനുവദിച്ച തുക പോരാത്തത് കൊണ്ട് ഒരു പാർട്ട് ടൈം ജോബ് അന്വേഷിക്കുന്നു. ഇവിടെ റൂം നമ്പർ 101 താമസിക്കുന്നു. Am I right? Wow, I'm flattered. വല്ലാതെ തണുക്കുന്നു. ഞാൻ ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തോട്ടെ. Sure, why not? Sir, if you don't mind, can we have dinner together? That would be my pleasure. Ooh, when will you come to my room? Within an hour, I'll be in 101. Welcome, sir. Please come. Thank you. Please be seated. This is an unforgettable evening in my life. Really? I swear. You are so fascinating. You too. Sarna kudikan something hot or cold? You are so hot. Shall we have something chilled? You swine.
Oh, sure. I'm sorry. I'm so sorry. Please forgive me. Hey! This is for Mr. Khurana. Excuse me, sir. Yes, my dear Nandita. Come on. This is for you. What is this? You have a laptop with you? Yes, I have. Play it, yeah. Okay. Who did this? Who did this? किस कुत्ते की औलाद में इतना ताकत और हिम्मत हो जो रविंद्रनाथ खुराना को ब्लैकमेल करे? നീ വലിയ ബുദ്ധിരാക്ഷസനായതുകൊണ്ടാ നിന്റെ ബുദ്ധിയുടെ പിന്നാലെ വരാതെ വീക്ക്നെസ്സിന് പിന്നാലെ ഞാൻ വന്നത്. ആഖിർ മേനെ മക്കടി കെ ജാൽ മേ തുമേ ഫസാ ദിയാ ഹൈ ഖുറാന സാബ്. ഇനി ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുക, ഇല്ലെങ്കിൽ ഖുറാനയുടെ ഈ ലീലാവിലാസങ്ങൾ സകല ചാനലുകളിലും പത്രങ്ങളിലും നിറയും. അതോടെ നീ ഇപ്പൊ കാത്തു സൂക്ഷിക്കുന്ന ബ്രഹ്മചാരി ഇമേജും നീ കാത്തിരിക്കുന്ന പത്മശ്രീ പട്ടവും ഭൂം. ഫികർ മത് കർന. मैं क्या चाहता हूं ऐसा पूछा तो जवाब सिर्फ एक ही है. सिंपल. നന്ദിത തരുന്ന ബ്ലാങ്ക് മുദ്രപത്രങ്ങളിൽ നീ ഒപ്പിട്ട് കൊടുത്തേക്ക്. No! എടാ ഖുറാന കോപ്പേ, you are at gun point. മര്യാദയ്ക്ക് ഒപ്പിട്ട് കൊടുത്തില്ല എങ്കിൽ നിന്റെ പത്മശ്രീയും മുഖശ്രീയും ഒക്കെ താങ്ക് യു മൈ ഡിയർ ബെഡാ ദോസ്ത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബുദ്ധിയും കരുത്തും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ജീവി നേടും, വെട്ടിപ്പിടിക്കും എല്ലാം. നമ്മൾ ആരംഭിക്കുകയാണ് പുതിയ തേരോട്ടം. നിങ്ങൾ വലകൾ ഉപേക്ഷിച്ച് എന്നോടൊപ്പം വരുവിൻ, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് രക്ഷകൻ പറഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കൂടെ വന്നവരെ പോലെ ഇനി ഇവരുണ്ടാവും നിന്നോടൊപ്പം. ജാവേദ് ഭായ് സമുദായത്തിന്റെ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും തയ്യാറായി നിന്നിട്ടും ആ പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞപ്പോ കൊടിയും വലിച്ചെറിഞ്ഞ് എന്നോടൊപ്പം വന്ന കരുത്ത്. വിശ്വസിച്ചാൽ ഉയിര് കൊടുക്കും, ചതിച്ചാൽ ഉയിരെടുക്കും. ഗ്രിഗറി, ജഗൻ ആൻഡ് ബാബ, ഗ്രൂപ്പ് ഓഫ് യങ് ബ്ലഡ്, എന്റെ ശക്തി. ഇവരാണ് ഇനി നിന്റെ സൈന്യം. മൈ ബിലവഡ് നിരഞ്ജൻ ദാസ്, എനിക്ക് വഴികൾ ഒരുക്കാൻ എന്നും മുമ്പേ നടക്കുന്ന എന്റെ മെസ്സഞ്ചർ യോഹന്നാൻ. ഐ നോ ഹി ഈസ് എ ഗുഡ് മെസ്സഞ്ചർ. യെസ്, എനിക്കെന്നും നേട്ടങ്ങളുടെ വഴി മാത്രം. അതിൽ നന്മയും തിന്മയും ഞാൻ നോക്കാറില്ല. സാർ, കൈവിട്ടുപോയ ഈ ഭൂമി തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷം നമുക്ക് ആഘോഷിക്കണം. ബഡാ ദോസ്ത്, ലെറ്റ്സ് പാർട്ടി ഹാർഡ്.
പറീച്ചൻ എന്ന ഗീവർഗീസ് കിങ് മേക്കർ ജീവി ആയതിന്റെ പിന്നിൽ കണ്ണീരിന്റെയും ചോരയുടെയൊക്കെ കഥകൾ ഒരുപാടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ നഗരത്തിലെ ഫുട്പാത്തിൽ എച്ചിൽ കൂനക്കരികിൽ വിശന്ന് തളർന്നുറങ്ങിപ്പോയ ഒരു പാവം പയ്യനെ വേസ്റ്റുകൾക്കൊപ്പം തോട്ടികൾ കോരി ലോറിയിലിട്ടു. അലറി കരഞ്ഞപ്പോ അവരവനെ ചവിട്ടി താഴെയിട്ടു. വായിൽ നിന്നൊഴുകിയ ചോര തുടച്ചുകൊണ്ട് അവനെന്നാ മണ്ണിലൊന്ന് ആഞ്ഞ് ചവിട്ടി. അത് ഭൂമിയും പാതാളവും അളന്ന വാമനന്റെ ചുവടായിരുന്നു. ഇന്ന് ജീവി ഒരുപാട് വളർന്നു. ഫ്രണ്ട്സ്, ആ വളർച്ചയ്ക്കെല്ലാം കാരണം നിങ്ങളാണ്. കമാൺ, നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം, ആത്മാർത്ഥത, സത്യസന്ധത. ഞാൻ ഒന്ന് തീരുമാനിച്ചു. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആയിരിക്കും. ഐ എം ഓൺലി എ സൈലന്റ് പാർട്ട്ണർ ബിഹൈൻഡ് യു. ആൻഡ് there he will be your boss. No, not boss, bada dost. Yes, bada dost. ഇന്ന് ഈ ഉല്ലാസ നൗകയിലെ പകൽ യാത്ര നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയാക്കി മാറ്റണം. The most unforgettable voyage. എല്ലാത്തിനോടും യാത്ര പറഞ്ഞ് ജീവി ഒതുങ്ങി മാറുകയാണ്. അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അമരത്തിരിക്കുന്നവൻ കാറ്റിനോടും തിരമാലകളോടും ആജ്ഞാപിക്കാൻ കെൽപ്പുള്ളവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? യെസ്, അമരക്കാരനും പെട്ടകവും ഇവൻ തന്നെ. മഹാമാരിക്ക് മുമ്പ് ദൈവം നോഹയോട് പണിയാൻ പറഞ്ഞ പെട്ടകം. Come on friends, let's enjoy. Come on. One sec. Yeah, Jeevi. What? Is it so urgent? Okay, I'll be there in a minute. I'm sorry friends, I have to go for an urgent meeting. You enjoy. I'll join you in the evening. Okay, goodbye. Bye-bye. ജീവി ലാപ്ടോപ്പ് എടുക്കാൻ മറന്നു. Don't touch! Escape! കായലിലെ ഉല്ലാസയാത്രയ്ക്കിടയിൽ വ്യവസായ പ്രമുഖൻ ജീവിയും സഹപ്രവർത്തകരും ബോട്ട് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ആലപ്പുഴ പുന്നമട കായലിൽ വെച്ച് ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ ദുരന്തം അരങ്ങേറിയത്. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്ന് സംശയം. മൃതദേഹങ്ങളൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് തിരച്ചിൽ തുടരുന്നു. Yeah. Is this Mr. Antonio Gonçalves? Speaking. Your taxi is ready to the airport. Thank you. I'm coming down. See you. Bye-bye. Thank you, sir. Yeah, Jeevi. That game is over. ഇന്ന് ഞാൻ ഇന്ത്യ വിടും. ഇവിടുന്ന് നേരെ ദുബായ്, അവിടുന്ന് ബാങ്കോക്ക്, then straight to Ethiopia. Idiot! Why did you stop here? Which place is this? This is your airport, my dear. What? അതേടാ പുല്ലേ. ഞങ്ങളുടെയൊക്കെ ശേഷക്രിയ നടത്തി തലയും ചരപ്പിച്ചോണ്ട് ദുബായിലേക്ക്, അവിടുന്ന് ബാങ്കോക്കിലേക്ക്, അവിടുന്ന് എന്റെ ഉമ്മുമ്മയുടെ എത്യോപ്യയിലേക്ക് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചോടാ. അയക്കാൻ നിന്നെ അണ്ടകടാഹത്തിലേക്ക്. അതിനുള്ള വിസയുമായിട്ടാ വന്നിരിക്കുന്നത്. എടാ പന്നി, ഉയിര് തന്ന് കൂടാണെന്ന് ഞങ്ങളുടെ കണ്ണാക്കി തന്നിട്ട് ആന്റോണിയോ ഗൊൺസാൽവസ് ആയിട്ട് നീ വിദേശ പര്യടനത്തിൽ പോകുന്നല്ലേടാ? നിനക്ക് എവിടെയാടാ പോകേണ്ടത്? എത്യോപ്യല്ല, ഇതാടാ നിന്റെ അന്ത്യോപ്യ. ഗ്രിഗറി, ഇതിനെ ഫ്ലൈറ്റിലോട്ട് കയറ്റിക്കോ. ടേക്ക് ഓഫിനുള്ള സമയമായി. കമോൺ. കേട്ടടാ എന്റെ കാറിലേക്ക്. ഞങ്ങളെ കൊന്നിട്ട് വേണോ നിനക്ക് പിടിച്ച് കെട്ടാലോ?
ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ദാറ്റ് വാസ് ദി എൻഡ് ഓഫ് എ സൈറ്റനിക് റൂൾ. അതിനുശേഷം ഒന്നൊന്നായി ഭൂതഗണങ്ങളുടെ ഉന്മൂല നാശം. ആദ്യം IG വിക്രമാദിത്യൻ പിള്ള. കുടിക്കണ? അയ്യോ വേണ്ട. ഇതാര് ചോദിക്കാതെ കയറി വരണത്? പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധ്യമേഖല IG വിക്രമാദിത്യൻ പിള്ളയെ നഗരത്തിലെ ബീച്ച് റിസോർട്ടിൽ നിന്നും അനാശാസ്യ പ്രവർത്തനത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. ജസ്റ്റിസ് ജേക്കബ് വർഗീസ്. പറഞ്ഞ തുക മുഴുവനുമുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ മോനെ രക്ഷിക്കണം. താങ്ക് യു സർ. വി ആർ ഫ്രം വിജിലൻസ്. യു ആർ അണ്ടർ അറസ്റ്റ്. അപ്പോഴേക്കും ഒരുവൻ മാത്രം അധികാരത്തിന്റെ ചെങ്കോൽ നേടിക്കഴിഞ്ഞു. ഹോം മിനിസ്റ്റർ KD കണ്ണൂത്ത് ദിവാകരൻ. അഭിവാദ്യങ്ങൾ. എന്നെ ഒതുക്കാനായിരുന്നു പിന്നീട് അയാളുടെ ശ്രമം. അതിനുവേണ്ടിയാണ് കണ്ണുകെട്ടിയ ഒരു കുതിരയായി അയാൾ നിന്നെ അയച്ചത് എനിക്കെതിരെ. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ കുറിവെച്ചത്. പിന്നീട് നിന്നെ നേരിൽ കണ്ടപ്പോ നിന്നിൽ ഞാൻ പഴയ ദയാശങ്കറെ കണ്ടു. പറയണം സക്കീർ അലി, അന്യായമായ മാർഗത്തിലൂടെ ജീവിയുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ അയാൾ കാരണം തകർക്കപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചത് തെറ്റാണോ? അനാഥ മന്ദിരം, മാനസികാരോഗ്യ കേന്ദ്രം, സ്നേഹഭവനങ്ങൾ, ഇതൊക്കെ ഞാൻ പണിതുയർത്തിയത് അധോലോക പ്രവർത്തനമാണോ? സുനാമി പോലുള്ള മഹാദുരന്തത്തിൽപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങളുടെ കണ്ണീര് കണ്ട് ലോകമെമ്പാടുമുള്ള നല്ലവരായ മനുഷ്യർ നൽകിയ കോടിക്കണക്കിന് പണം കൊണ്ട് പൊണ്ടാട്ടിക്കും വെപ്പാട്ടിക്കും മണിമാളികൾ തീർത്തു കൊടുത്തവന്മാരുടെ അണ്ണാക്കിലേക്ക് തോക്ക് കുത്തിക്കയറ്റി ആ ഫണ്ട് തിരിച്ചു വാങ്ങിയത് ടെററിസമാണോ? ജോലി വാഗ്ദാനം ചെയ്ത് മോഹിപ്പിച്ച് പാവപ്പെട്ട സഹോദരിമാരെ വേശ്യാവൃത്തിക്കായി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ലത്തീഫിനെ പോലുള്ള പിമ്പുകളെ വകവരുത്തിയത് പൊറുക്കാനാവാത്ത അപരാധമാണെങ്കിൽ ഷൂട്ട് മീ ഡെഡ്. നോ സർ, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. യൂണിഫോമിനകത്ത് നിന്ന് ഒരിക്കലും ചെയ്യാൻ കഴിയാത്തത് സാർ യൂണിഫോമിന് പുറത്തു നിന്ന് ചെയ്തു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് സാർ. സ്റ്റിൽ യു ആർ എ പോലീസ് ഓഫീസർ. പിണ്ടം വെച്ചൊഴിക്കെങ്കിലും ദയാശങ്കർ എന്ന നിയമപാലകന്റെ ആത്മാവ് ഇപ്പോഴും ഈ ശരീരത്തിൽ നിന്ന് പോയിട്ടില്ല സാർ. ആ തീ ഇപ്പോഴും ഈ നെഞ്ചിലുണ്ട്. ഐ സല്യൂട്ട് യു സാർ. നാദു, നീ ഒരുപാട് പ്രാവശ്യം വിളിച്ചു അല്ലേ? ഞാൻ സൈലന്റ് മോഡിൽ ഇട്ടിരിക്കായിരുന്നു. ബെഡാ ദോസ്തിനെ കുറിച്ച് നീ പറഞ്ഞാണ് ശരി. അദ്ദേഹം യാതൊരുവിധ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും നടത്തുന്നില്ല. ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. മനസ്സുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. ബെഡാ ദോസ്തിനെ സല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ബാക്കി നേരി കാണുമ്പോൾ പറയാം. ബൈ, ഗുഡ് നൈറ്റ്. ആരാത്? താനെന്താണോ ഇവിടെ നിൽക്കുന്നത്? സോറി സർ, ഓർഡർ ഫ്രം ദ ടോപ്പ്. സക്കീർ, ആരാ ഇത് ചെയ്തത്? സക്കീർ, നമസ്കാരം. പ്രധാന വാർത്തകൾ. സിറ്റി പോലീസ് കമ്മീഷണർ സക്കീർ അലി കൊല്ലപ്പെട്ടു. ബെഡാ ദോസ്ത് എന്നറിയപ്പെടുന്ന ദയാശങ്കറാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് വ്യക്തമായ തെളിവുകൾ. സക്കീർ അലി അനുസരണയുള്ള ഒരു റോബോട്ടായിരുന്നു. ആ ദയാശങ്കറിനെ തകർക്കാനാണ് അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടത്. പക്ഷേ അവൻ ശത്രുവിനോടൊപ്പം ചേർന്ന് ബൂമരാങ്ങായി തിരിച്ചു വരുമെന്ന് തോന്നിയപ്പോ
ഉച്ചയിൽ വെച്ച കൈ കൊണ്ട് തന്നെ അങ്ങ് ഉദകക്രിയ ചെയ്തു. ബഡാ ദോസ്ത് എന്ന വൻമരം കടപുഴകി കഴിഞ്ഞു. ഇനി അവനോട് തിരിച്ചുവരവില്ല. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. ഓക്കെ, വി വിൽ മീറ്റ് സൂൺ. നമസ്കാരം. നമസ്കാരം. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ നിരഞ്ജൻ ദാസ്. അറിയാം സാർ. ഞാനൊരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടി വന്നതാ. വരൂ, അകത്തേക്ക് വരൂ. താങ്ക് യു. സക്കീർ സാർ ഞങ്ങളൊക്കെ ഒരുപാട് ബഹുമാനിച്ചിരുന്നൊരു വ്യക്തിയാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കിയ ബെഡാദോസ്തിന് പരമാവധി ശിക്ഷ കിട്ടണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോഴാ സക്കീർ സാർ വിവാഹം കഴിക്കാനിരുന്ന മിസ് നാദിര ബെഡാദോസിനെ രക്ഷിക്കാൻ ഫേമസ് ക്രിമിനൽ ലോയറായ മാഡത്തിന്റെ ഫാദറിനെ തന്നെ ഹാജരാക്കാൻ പോകുന്നു അറിഞ്ഞത്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും അതിന്റെ ഒരു ലോജിക്ക് പിടിയിട്ടുന്നില്ല. സക്കീറിനെ കൊന്നത് ബഡാദോസ്ത് അല്ലെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാ സർ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് മാത്രമല്ല, എനിക്കറിയണം സർ, എന്റെ സക്കീറിന്റെ നേർക്ക് നിറയൊഴിച്ച ആ കൊലയാളി ശരിക്കും ആരാണെന്ന്. ഇതിനൊന്നും ഊഹങ്ങൾ മാത്രം പോരല്ലോ, സോളിഡ് എവിഡൻസ് വേണ്ടേ? വേണം. വ്യക്തമായ തെളിവ് എന്റെ അടുത്തുണ്ട് സർ. ജസ്റ്റ് എ മിനിറ്റ്. സർ, സക്കീർ ഞാനുമായുള്ള ലാസ്റ്റ് കോൺവെർസേഷൻ ആണിത്. എപ്പോ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചാലും അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. കൃത്യം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ സക്കീറിനെ വിളിച്ചിരുന്നു സർ. ബെഡാദോസിനെ കുറിച്ച് നീ പറഞ്ഞാണ് ശരി. അദ്ദേഹം യാതൊരുവിധ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും നടത്തുന്നില്ല. ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. മനസ്സുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. ബെഡാദോസിനെ സല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. മരണമൊഴി പോലെ സക്കീർ പറഞ്ഞ ഈ വാക്കുകൾ മാത്രം പോരെ സർ, ബഡാദോസ്ത് അല്ല കുറ്റവാളിയെന്ന് തെളിയിക്കാൻ? തീർച്ചയായും ഇതൊരു നല്ല തെളിവാണ്. സത്യം തെളിയിക്കാനുള്ള നാദിരയുടെ ശ്രമത്തിന് എല്ലാ സപ്പോർട്ടും എന്റെ ഭാഗത്തുണ്ടാവും. ബെഡാദോസിനെ രക്ഷിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണല്ലോ. ബട്ട് ഈ തെളിവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇതെനിക്ക് നഷ്ടപ്പെടുത്താനാവില്ലല്ലോ സർ. ഇതെന്റെ സക്കീറിന്റെ അവസാനത്തെ വാക്കുകളാണ്. മരണം വരെ എനിക്ക് കേട്ടുകൊണ്ടിരിക്കാനുള്ള ശബ്ദം. യെസ്, കമ്മീഷൻ സ്പീക്കിംഗ്. ബഡാദോസ്തിന് ഉടൻ ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ ഈ സിറ്റി കത്തിയേരിയും. ഇതൊരു സൂചനയാണ്. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ 10 മിനിറ്റിനുള്ളിൽ ഒരു വൻ സ്ഫോടനമുണ്ടാകും. ആ ഭാഗത്ത് സംശയമുള്ള എല്ലാവർക്കും നോക്കാം. നിങ്ങൾ ആ ഭാഗത്ത് കുറച്ചുകൂടെ അവിടെ സെർച്ച് ചെയ്യും. റിലീസ് ചെയ്യുക. പോലീസിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. ബഡാദോസിന് ജാമ്യം അനുവദിക്കുക. ബഡാദോസ്തിനെ റിലീസ് ചെയ്തില്ലെങ്കിൽ നീയൊക്കെ ബോംബ് വെച്ച് തകർക്കും അല്ലേ? എവിടെയാ ബോംബുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെയാണ് സാറേ. എവിടെ RDX ബോംബ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. അറിയില്ല. ഇവിടെ ഞങ്ങളുടെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. മറ്റേ ഞങ്ങൾക്ക് അറിയില്ല. Come on, search. എന്താ സർ, എന്താ പ്രശ്നം? ആരാടാ നീ? ഞാൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നേ. എവിടെ RDX ബോംബ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ബോംബോ?
എന്താ സാറി പറയുന്നേ? സാറേ ഇവൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. സർ, പച്ച കള്ളമാണ് ഈ പറയുന്നത്. ആരോ കരുതി കൂടി പ്ലാൻ ചെയ്താണ്. ഇവർക്കൊന്നും ഈ സ്ഥാപനം ഒരു ബന്ധമില്ല. പ്ലീസ് സർ, ബിലീവ് മീ. സാർ ഹൈലി എക്സ്പ്ലോസീവായ ഗ്രനേഡുകളാണ് സാർ. നായിന്റെ മോനെ, ഈ സ്ഥാപനമായിട്ട് ഇവർക്ക് ബന്ധമില്ലെങ്കിൽ പിന്നെ ഇവിടെ പൊട്ടിമുളച്ചാണോടാ? ഇത് കൊണ്ടുവച്ചാലാണ് നീ ആരെ കൊണ്ട് ഞാൻ പറയിക്കാം സാർ. ആരെ കൊണ്ട് എന്തൊക്കെ പറയിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കാം. കൊണ്ടുപോയി ലോക്കപ്പ് തള്ളുവിനെ. ഇന്ന് അമ്മ സ്നേഹാലയത്തിൽ വെച്ച് പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ബഡാദോസ്തിന്റെ പ്രധാന അനുയായികളിൽ ഒരാളായ റസൽ ബാബ കൊല്ലപ്പെട്ടു. നിരാശ്രയരുടെ രക്ഷകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബഡാദോസ്തിന്റെ മുഖംമൂടി തകർന്നു വീഴുന്നു. ബഡാദോസ്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്നും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ദയാശങ്കറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒരു ഇവനെ പോലെയുള്ള രാജ്യദ്രോഹികളെ കല്ലെറിഞ്ഞു കൊല്ലണം. സർ, ഇത് ചതിയാണ് സാർ. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. സക്കീർ അലിയുടെ കൊലപാതകം, നാട്ടിൽ കലാപം അഴിച്ചുവിടൽ, സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കൽ എന്നീ കുറ്റങ്ങൾ ഒറ്റ കേസായി പരിഗണിച്ച് ഈ കേസ് വിചാരണയ്ക്ക് വിടുന്നു. പ്രതി ദയാശങ്കറിനെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. ഒരു വിസിറ്റർ ഉണ്ട്. അഡ്വക്കേറ്റ് ആണ്? അല്ല, ഒരു പ്രീസ്റ്റാ. തടവ് പുള്ളികളെ കാണാൻ ഇടയ്ക്ക് ചില വൈദികര് വരാറുണ്ട്. പ്രാർത്ഥിച്ചിട്ട് അവര് പോയിക്കോളും. Bada dost, do you remember me? ഇല്ല, അങ്ങനെയൊന്നും ജീവിയെ കൊല്ലാനാവില്ല. സാത്താൻ ഭരണം നടത്തുന്ന ഈ ഭൂമിയിൽ എനിക്കും എന്നെ പോലുള്ളവർക്കും മരണമില്ല. ബട്ട് യു സ്റ്റാർട്ടഡ് യുവർ കൗണ്ട് ഡൗൺ. ഇനി അധികം താമസമില്ല. നിന്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നതോടെ ജീവി 10 മടങ്ങ് ശക്തിയിൽ നഷ്ടപ്പെട്ട സാമ്രാജ്യം വീണ്ടെടുക്കും. ഇല്ല, നിന്റെ അടിവേര് വരെ തോണ്ടാൻ ജന്മം എടുത്തവനാ ഞാൻ. ഒരു നിയമത്തിനും ഞാൻ കീഴടങ്ങില്ല. നിയമത്തിനൊന്നും വിട്ടുകൊടുക്കാതെ തന്നെ നിന്നെ അങ്ങോട്ട് തീർക്കാമായിരുന്നു എനിക്ക്. പക്ഷേ അങ്ങനെ ഒരു മരണം നിന്നെ മഹാത്മാവാക്കും. സമൂഹത്തിന് നന്മ ചെയ്ത നിന്റെ പ്രതിമ നിർമ്മിച്ച ജനങ്ങൾ പുഷ്പാർച്ചന നടത്തും. അത് പാടില്ല. അതുകൊണ്ടാണ് നിന്റെ തന്നെ വിശ്വസ്തനായ നിരഞ്ജനെ കൊണ്ട് സക്കീർ അലിയുടെ ജീവൻ എടുപ്പിച്ചത്. നിന്നെ ഒരു രാജ്യദ്രോഹിയായി മുദ്രകുത്താൻ നാട്ടിൽ കലാപമുണ്ടാക്കി നിനക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചു. ഞാൻ ഒരുക്കിയ ചക്രവ്യൂഹത്തിൽ നീ പെട്ടുദയ. ഇനി നിനക്കൊരു തിരിച്ചുവരവില്ല. ഇവിടെ അവസാനിക്കുന്നു ദ ഹിസ്റ്ററി ഓഫ് ബഡാ ദോസ്ത്. നിന്നെ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ സക്കീർ അലിയുടെ പെണ്ണ് നാദിറ പോലും ഇപ്പോ എന്റെ കസ്റ്റഡിയില. അവളുടെ വാപ്പ നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാതിരിക്കാൻ എന്റെ ഒരു കൊച്ചു കരുനീക്ക. വരട്ടടാ, ഒന്ന്
വന്ന് കണ്ട് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതി. ഗുഡ് ബൈ. ഒരു സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാൻ മറന്നു. മനസ്സ് എന്ന നിന്റെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട സുന്ദരിയായ ഒരു മാനസിക രോഗിയെ ഇന്നലെ രാത്രി നഗരത്തിലെ ചില സാമൂഹ്യ ദ്രോഹികൾ ചേർന്ന് ക്രൂരമായി പിച്ച് ചീന്തി റെയിൽവേ ട്രാക്കിൽ വലിച്ചെറിഞ്ഞു. ചിതറി തെറിച്ചു പോയി. പാവം. എങ്കിലും സുന്ദരമായ മുഖം ഇന്നത്തെ പത്രത്തിൽ കണ്ടു. ഇതിന് നിന്റെ ഭാര്യ മീനുവിന്റെ മുഖഛായ ഉണ്ടോ എന്ന് നോക്ക്. സോറി, എന്തെങ്കിലും പറ്റിയ ഫാദർ? നോ പ്രോബ്ലം. ഏതളവ് കൊണ്ട് നാം അളക്കുന്നുവോ ആ അളവ് കൊണ്ട് തന്നെ നമുക്കും അളക്കപ്പെടും. മത്തായി 7:2. God bless you, my son. ജീവിയുടെ ഈ വിജയം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. ആഘോഷങ്ങൾ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് എനിക്ക് അവനെ, ബഡാ ദോസ്തിനെ എന്നേക്കുമായി അവസാനിപ്പിക്കണം. അത് ഞാൻ ഏറ്റു. ഇനി ജയിലിൽ നിന്നൊരു തിരിച്ചുവരവ് അവനില്ല. നാദിറ ഹസൻ, രക്ഷകനായ ബഡാ ദോസ്തിന്റെ മുഖം തൂവാല കൊണ്ട് ഒപ്പിയെടുക്കാൻ വന്ന വെറോനിക്ക. പക്ഷെ അവനുള്ള വാരിക്കുഴി തീർക്കാൻ നമ്മളെ സഹായിച്ചത് ഇവളാ. സക്കീറാലിയുടെ മർഡർ കേസിൽ നിന്നും ബഡാ ദോസ്തിനെ രക്ഷപ്പെടുത്താനുള്ള തെളിവ് കയ്യിലുണ്ടെന്ന് നിരഞ്ജനോട് ഇവൾ പറഞ്ഞതുകൊണ്ടല്ലേ സ്ഫോടന പരമ്പരകൾ ഉണ്ടാക്കി നമ്മൾ കേസ് ഒന്ന് സ്ട്രോങ് ആക്കിയത്. അപ്പോ നമ്മൾ ഈ സുന്ദരിയോട് നന്ദി പറയണം, അല്ലേ നിരഞ്ജൻ? തീർച്ചയായും. നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ? നോ നോ നോ, ഇവൾ ഉണ്ടാകും എന്റെ കൂടെ ബഡാ ദോസ്തിന്റെ കുരിശുമരണം വരെ. അതിനു മുമ്പ് അവനെ രക്ഷിക്കാൻ നിന്റെ ബാപ്പ ഇറങ്ങി പുറപ്പെട്ടാൽ തെരിക്കു കഥം കരുതുങ്ക. The devil, the conqueror, the dictator, the king of darkness. എനിക്കറിയാം സാർ, ഞാൻ ഏറ്റു. നാടയാടി തന്നെ ശരിക്കും സ്ട്രോങ് ആയിട്ടാ കൊടുത്തത്. സാർ പേടിക്കണ്ട, സകല നാടി ഞരമ്പുകളും തല്ലി ചതച്ചിട്ടേ അവൻ ഇവിടുന്ന് വിടൂ. ഓക്കെ സാർ. എണീക്കടാ, എണീക്കടാ. നിന്നോട് എണീക്കാനാ പറഞ്ഞത്, വെറുതെ എനിക്ക് പണി ഉണ്ടാക്കരുത്. എണീക്കടാ, എണീക്കടാ നായിന്റെ മോനെ. അവൻ ചാത്തോ? പെട്ടെന്ന് നമുക്ക് പോയി നോക്കാം. എനിക്ക് സെൽ നമ്പർ 24 തോന്നുന്നത്. വേഗം വാ. നോക്കി നിൽക്കാൻ ആംബുലൻസ് വിളിക്ക്. ഇയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ആൻഡ് സെർച്ച് എവരിവെയർ. ജോൺസൺ അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്ക്. ചെല്ലേ പിടിക്കേ.
പടച്ചോനെ, ഇത് നേരാണോ? അവൻ ചത്തില്ലേ? ഇല്ല, ജയിലിൽ എന്നെ കാണാൻ ജീവി വന്നിരുന്നു. സക്കീറിന്റെ മരണം, കലാപം എല്ലാം അവന്റെ കരുനീക്കങ്ങളായിരുന്നു. മുഖാമുഖം ഏറ്റുമുട്ടാനുള്ള കരുത്തില്ലെന്ന് നല്ല ബോധ്യമുണ്ട് അവന്. അതുകൊണ്ടാണ് വളഞ്ഞ വഴികൾ സ്വീകരിച്ചത്. നാദിറയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് പോലും ആ ഭയം കൊണ്ടാണ്. സാത്താനാണവൻ. ഒരു പഴുത് കിട്ടിയാൽ പുകമഞ്ഞ് കയറുന്ന പോലെ പടർന്നു കയറും. അനുവദിക്കരുത്. ഇനി ജീവിക്കൊരു കാലമുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി തന്നെയാണ് ഈ എസ്കേപ്പ്, അല്ലാതെ നിയമത്തെയും ശിക്ഷയും ഭയന്നിട്ടല്ല. ജാവേദ്, നാളെ കാലത്ത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഫോർ ദ ഫൈനൽ ആൻഡ് ഫേറ്റൽ അസോൾട്ട്. Johnny, yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa. Open your mouth. Johnny, yes, Papa. Eating sugar, no, Papa. Can you sing, Papa? No. Come on, Johnny, yes, Papa. Eating sugar, no, Papa. Telling lie, no, Papa. Open your mouth. ജീവി, എങ്ങനെയുണ്ട് ജാവേദ്? സുഖമാണോ? നിങ്ങളുടെയൊക്കെ സുഖവിവരം ഒന്ന് അന്വേഷിച്ചിട്ട് പോകാം എന്ന് കരുതി വന്നതാ. എല്ലാവരെയും കണ്ടു, സന്തോഷമായി. എന്റെ തിരിച്ചുവരവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നിന്റെ ബെടാ ദോസ്ത്. നിന്റെ മോള് നല്ല മിടുക്കിയ. മോളെ ഇങ്ങോട്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എവിടെയുണ്ട് നിന്റെ ബെടാ ദോസ്ത്? എനിക്കറിയില്ല. ഈ കുഞ്ഞു തലയിലൂടെ ഒരു കുഞ്ഞു ബുള്ളറ്റ് കയറിപ്പോയാൽ എങ്ങനെ ഉണ്ടാവും ജാവേദ്? ജീവി, വേണ്ട, എന്റെ മോളൊന്നും ചെയ്യരുത്. വെള്ള തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന 4 ശവശരീരങ്ങൾ കൺമുമ്പിൽ ഇങ്ങനെ നിരന്ന് എങ്ങനെ ഉണ്ടാവും ജാവേദ്? വേണ്ട, ഞാൻ പറയാം. ഇടക്കൊച്ചി മദർ മേരി ചർച്ചിനടുത്തുള്ള ബോട്ട് ഹൗസിലുണ്ട്. ഗുഡ്. രക്ഷകന്റെ വരവും കാത്തിരുന്ന യോഹന്നാൻ, മൈ മെസഞ്ചർ, അവൻ വന്നു. ഇനി നിനക്ക് തടവറയിൽ സലോമയുടെ നൃത്തം ആസ്വദിക്കാം മതി വരുവോളം. എനിക്ക് വേണ്ടത് ഒരു വെള്ളിത്തളികയിൽ അവന്റെ ശിരസ്, രക്ഷകന്റെ. God bless you, my son. മോനെ, തടരുത്.
സാർ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. പുല്ലേ, കാക്കിക്കുപ്പായത്തെ കാൽചക്രത്തിന് തൂക്കി വിൽക്കുന്ന നിന്നെ പോലുള്ളവരുടെ നെറുകം തലയിൽ ആണിയടിച്ച് കവലകളിൽ നോക്കുകുത്തിയാക്കാനാടാ കറപുരളാത്ത ആ യൂണിഫോം അഴിച്ചുവെച്ച് ഈ കാലന്റെ വേഷം ഞാൻ സ്വീകരിച്ചത്. എന്നും അധികാരമുള്ളവന്റെ പിമ്പും ചാരനുമായി പ്രവർത്തിച്ച നിനക്ക് ഇനി വിചാരണയില്ല. വിത്ത് ഓൺ ദ സ്പോട്ട്. സലാമ 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 സലാമ. ഇതെന്റെ ബലിയാണ്. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച രക്ഷകനെ പരീക്ഷിച്ച സാത്താന്റെ വിജയം ആഘോഷിക്കാനുള്ള ബലി. ബെടാ ദോസ്ത്, ഇന്നെന്റെ ഈ കൈകൊണ്ട് നിനക്കുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കും. ഇന്ന് നിനക്കൊരു ദുഃഖ വെള്ളിയാഴ്ച, എനിക്കോ ഗുഡ് ഫ്രൈഡേ. ഇതാണ് നിന്റെ ഗാഗുൽത്ത. കെടി, നിരഞ്ജൻ വിളിച്ചിരുന്നു. അവനിപ്പോ ഇങ്ങോട്ടെത്തും നമുക്കുള്ള ബലിയാടുമായി. Come on. വെൽക്കം വെൽക്കം ബെടാ ദോസ്ത്. നിന്റെ കുരിശുമരണത്തിനുള്ള സമയമിതാ സമാഗതമായി. അവനവൻ ചെയ്ത തെറ്റിലുള്ള ശിക്ഷയും പേറി 2 കള്ളന്മാർ ഇടതും വലതും ക്രൂശിലേറ്റപ്പെട്ട് കഴിഞ്ഞു. ഇനിയാണ് രക്ഷകന്റെ ഊഴം. സ്വന്തം രക്തം പങ്കുവെച്ച് സ്വയം ശൂന്യനായിക്കൊണ്ട് പുതിയ ഉടമ്പടിക്ക് ഇറങ്ങി പുറപ്പെട്ടവനല്ലേ നീ. ആ ഉടമ്പടി ഇവിടെ പൂർത്തിയാവുന്നു. താങ്ക് യു ഡിയർ നിരഞ്ജൻ ദാസ്. ഇതുവരെ ആശ്രിതനായിരുന്ന നീയാണ് ഇന്നു മുതൽ എന്റെ ബെടാ ദോസ്ത്. തറയ്ക്കവന്റെ തലയിൽ മുൾക്കിരീടം, വലിച്ചു കീറവന്റെ പുറങ്കുപ്പായം. Come on, do it, നിരഞ്ജൻ. നിരഞ്ജൻ, what the hell are you doing? സർ, അതിൽ ബുള്ളറ്റ് ഇല്ല. എന്റെ ജീവൻ അപകടത്തിലാണ്. What? Yes. എന്റെ ദേഹത്ത് ബോംബ് വെച്ചിട്ടുണ്ട്. റിമോട്ട് ഇവന്റെ കയ്യിലും. Yes, the honorable home minister. You devil. കുത്തിക്കീറിക്കളയിൽ നിന്ന് ഞാൻ. പോലെയാടി മോനെ. ദയാശങ്കർ സ്വയം ശൂന്യനായി ബഡാ ദോസ്തായി ഉയർത്തെഴുന്നേറ്റത് ഇരുട്ടിന്റെ ശക്തികളെ ഒരിക്കലും കെടാത്ത അഗ്നിയിലേക്ക് വലിച്ചെറിയാനാണ്. ആ ഉടമ്പടി ഞാനും ഈശ്വരനും തമ്മിലാണ്, ജീവി എന്ന സാത്താനുമായിട്ടല്ല. ഇനി ഉടമ്പടിയുടെ പൂർത്തീകരണം, അഗ്നിപ്രളയം. ഞാൻ ഈ റിമോട്ട് ഒന്ന് അമർത്തിയാൽ കത്തി ചാമ്പലാവു ഇവൻ, നിന്റെ കില്ല ഡോഗ്. ആ അഗ്നിയിൽ ദഹിപ്പിക്കും നിന്നെയും ഈ നാട്ടിലെ ജനങ്ങളെ നക്കാപ്പിച്ചയ്ക്ക് തൂക്കിവിറ്റ് ഈ യൂദാസിനെയും. You are a good fielder. No, I'm an all-rounder. സർവ്വവ്യാപിയും സർവശക്തനുമായവൻ. സംഹാരം എന്റെ ദൗത്യമാണ്, എന്റെ മാത്രം. ഇതാണ് ജീവിയുടെ കുഴപ്പം. എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കും, എടുത്തു ചാടും. ഒരു ഡമ്മി ബോംബിന്റെ റിമോട്ടും കൈ പിടിച്ചു നിന്ന് കേമത്തം പറയുന്നു. ഇറ്റ്സ് ഓൺലി എ ടോയ് മാൻ. No.
പരിപാവനമായ ദൈവവചനങ്ങൾ ഒരു പ്രവാചകനെ പോലെ ഈ നാവ് കൊണ്ടുരുവിട്ട തിന്മയുടെ പ്രതീകമായ നിന്റെ അന്ത്യം ഈ ലോകം ആഗ്രഹിക്കുന്നു. ഇന്ന് ദുഃഖവെള്ളി. ഭൂമിയിൽ സമാധാനത്തിന് വേണ്ടി ക്രൂശിലേറ്റപ്പെട്ട ദൈവപുത്രന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി ഈ സാത്താനെ കൂടി ഞാൻ കുരുതി കൊടുക്കുന്നു. This day is Good Friday. Ma salam salam salam.